സോ കേൾക്കാമല്ലോ സുഹാസി? ഹോസ്റ്റിൻ കൺട്രോൾ ചെയ്യുന്നത് ഗോപകുമാറാണ് അല്ലേ? കേൾക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. പിന്നെ the very outset, let me thank my good friend Sudas ji for inviting me to this community, positive commune എന്നുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്, എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനൊരു അവസരം തന്നിട്ടില്ല എനിക്ക് അതിനുള്ള അവസരം തന്നിട്ടുള്ള പിന്നെ സുദാസ് ജിയോടും അതിന്റെ ടീമിനോടും ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ടുഡേ ഒത്തിരി പിന്നെ ഓൺലൈൻ ട്രെയിനിങ്ങിന്റെ ഒരു സീസണും ഒരു നിരയും തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം രാവിലെ വന്നാൽ ഏതൊക്കെ ടൈമിങ്ങിനാണ് ഏതൊക്കെ ട്രെയിനിങ് ആണുള്ളതെന്ന് എഴുതി വെക്കേണ്ട ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സ്ക്രീൻ ഷെയറിംഗ് കട്ടായി. ഗോപകുമാർ സ്ക്രീൻ ഷെയർ പോയിട്ടുണ്ട്, ഒന്നുകൂടെ ഷെയർ ചെയ്യോ? Getting disconnected. One second. Okay, sir. Welcome. Okay. So, സ്ക്രീൻ ഷെയറിംഗ് അവിടെ വന്നോട്ടെ. അത് കണ്ടാലും ഇല്ലെങ്കിലും കണ്ടാലും പ്രശ്നമില്ല. See, I hope you are with me. അപ്പോ അത് നമ്മളിങ്ങനെ കാണാത്തതിലുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അത് പിന്നെ ഓൺലൈൻ ട്രെയിനിങ്ങിൽ എല്ലാത്തിലും ഉള്ള ഒരു കാര്യമാണ്. നോ ഇഷ്യൂസ്. ഒരുപാട് പിന്നെ ട്രെയിനിങ്ങുകളിൽ നിങ്ങളൊക്കെ നമ്മൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ട്രെയിനിങ് ഏരിയയിൽ ഏറ്റവും കൂടുതലായിട്ടും എല്ലാ ട്രെയിനിങ്ങിലും പറയുന്ന ഒരു പ്രത്യേക ആസ്പെക്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അബൌട്ട് കോവിഡിനെ കുറിച്ചിട്ട് ഞാൻ പറയാതില്ല. എങ്കിലും അതിന്റെ മാർഗമധ്യേ എപ്പോഴെങ്കിലും കോവിഡ് കടന്നു വരും എന്നുള്ളത് എനിക്കൊന്ന് ഈ സീസണിന്റെ ഈ ഒരു പ്രത്യേക പീരീഡിന്റെ പ്രത്യേകത എന്ന് തോന്നുന്നു. സോ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ചേഞ്ച് ആൻഡ് ചേഞ്ച് മാനേജ്മെന്റ്. അതുകൊണ്ട് ഞാൻ റൺ ഓർ റൂയിൻ എന്നുള്ള ഒരു പേര് കൊടുത്തത്. ഒരുപാട് സമയം എനിക്ക് കിട്ടുമെന്ന് ഞാൻ തോന്നുന്നില്ല. കുറച്ച് സമയം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ ഒരു വേദിയായിട്ടാണ് ഇതിനെടുക്കുന്നത്. നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു വേദിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സോ ആദ്യം എനിക്ക് നിങ്ങളോട് ഒരു തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഒരു 10 വർഷത്തിന് ശേഷം ഹൗ ഡു യു വാണ്ട് ടു ബി റിമെമ്പേർഡ് ആഫ്റ്റർ 10 years എന്നാണ്. ഒരു 10 വർഷത്തിന് ശേഷം നിങ്ങൾ എങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ ചാറ്റ് ബോക്സ് ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 1-2 ഷെയർ ചെയ്താൽ സന്തോഷം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലെങ്കിലും ആലോചിച്ചാൽ മതി. എന്ത് തരത്തിൽ അറിയപ്പെടാനാണ് നമ്മൾ ഒരു 10 വർഷത്തിന് ശേഷം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? ഒരുപാട് തരത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവാം. 10 വർഷത്തിന് ശേഷമാവാം, അല്ലെങ്കിൽ 10 വർഷം എന്നുള്ള ഞാൻ പറഞ്ഞത് ഒരു പീരീഡ് മാത്രമായിട്ട് കണക്കിലെടുത്തുകൊണ്ടാണ്, ഒരു നോർമൽ പീരീഡ് ആയിട്ട് കണക്കിലെടുത്തോളാം. അല്ലെങ്കിൽ കുറെ കാലത്തിന് ശേഷം നമ്മൾ എന്ത് കാര്യത്തിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുക എന്ന് സാധാരണ ഒരു ട്രെയിനിങ് നമ്മൾ ചോദിച്ചാൽ ഒരുപാട് ഉത്തരമുണ്ടാവും. എന്തായാലും നല്ലതായിട്ട് അറിയപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നല്ലതായിട്ട് പറയണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായത് മോശം ആരും പറയാൻ പാടില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു 2 മാസത്തോളം വരുന്ന ഒരു ലോക്ക്ഡൌൺ പീരീഡ്, ഒരു മെസ്സേജ് ഫ്രം ദീപ്തി EP, റൈറ്ററായിട്ട് അറിയപ്പെടണം. ഒരുപാട് തരത്തിൽ നല്ലതായിട്ട് പോസിറ്റീവായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ട്രെയിനറായിട്ട് മാറണം, ഒരു നല്ല ട്രെയിനറായിട്ട് അറിയപ്പെടണം, നല്ലൊരു സോഷ്യൽ വർക്കറായിട്ട് അറിയപ്പെടണം. ഒരുപാട് ആൻസേഴ്സ് ഉണ്ടാകാം. അതിന്റെ കൂടെ ഞാൻ ചിലപ്പോൾ കൂട്ടിച്ചേർക്കാം 2 മാസം, മാർച്ച്, ഏപ്രിൽ, മെയ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ, മെയ് 7 എത്തി നിൽക്കുമ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞാൽ ഈ ഒരു 2 മാസം ഞാൻ എങ്ങനെ ഓർമ്മിക്കുന്നു എന്ന തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം. 2 മാസം ഒരു കോവിഡിന്റെ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ അവർ ഹിസ്റ്ററി, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലോക്ക്ഡൌൺ പീരീഡ് കഴിയുമ്പോൾ ഈ ലോക്ക്ഡൌൺ കാലം എങ്ങനെ ഓർമ്മിക്കപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ അതിന് പോലും കൃത്യമായിട്ട് ഒരു മറുപടി ഉണ്ടോ നമുക്ക്? ലോക്ക്ഡൌണിൽ 21 ദിവസം എങ്ങനെ നമ്മൾ ഓർമ്മിക്കപ്പെടണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അതിനും കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലൊരു ആശയമുണ്ടാവും. അങ്ങനെ ഒരിക്കലും ഒരാളും മോശം വിചാരിക്കില്ല, എല്ലാം പോസിറ്റീവായിട്ട് വിചാരിക്കുള്ളൂ, എല്ലാം നല്ലതേ വിചാരിക്കുള്ളൂ. നമ്മൾ അങ്ങനെ അറിയപ്പെടണം, ഇതിലൊന്നും നമ്മളെ പറ്റിയിട്ട് മോശം പറയാൻ പാടില്ല, നല്ല റെപ്യൂട്ടഡ് ആയിട്ട് പോപ്പുലർ ആയിട്ട് നല്ലൊരു ഇമേജ് അറിയപ്പെടണം എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ we need to change something. നാളെ ഞാൻ ഒരു പ്രത്യേക രീതിയിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി one thing is very clear, it is based on what you do today. നാളെ ഞാൻ അറിയപ്പെടണമെങ്കിൽ, നാളെ ഞാൻ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേക രീതി അറിയപ്പെടണമെങ്കിൽ ഡെഫിനറ്റ്ലി one thing is very clear, it is based on what you do today. ഇന്ന് ചെയ്തതിന്റെ പേരിലാണ് ഞാൻ നാളെ അറിയപ്പെടുന്നത്. അടുത്ത 2022 ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ ഇന്ന് തന്നെ അറിയപ്പെടില്ല ഒരിക്കലും. നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടാണ്.
നമ്മൾ ഇന്ന് അറിയപ്പെടുന്നത് ഇന്നലെ ചെയ്ത കാര്യങ്ങളുടെ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ നമ്മൾ അതേപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ, അതേപോലെ പോവുകയാണെങ്കിൽ അതേ രീതിയിൽ മാത്രമേ നമ്മൾ അറിയപ്പെടുള്ളൂ. പുതിയ കാര്യങ്ങൾ, പുതിയ മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ പുതിയ രീതിയിൽ നമ്മൾ അറിയപ്പെടാൻ സാധ്യതയുള്ളൂ. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്ററായിട്ട് ഞാൻ അറിയപ്പെടണമെങ്കിൽ ഇന്നത്തെ അതേ രീതി വെച്ചിട്ട് അറിയപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ. ബട്ട് ഇന്നത്തെ അതേ രീതിയിൽ വെച്ചിട്ടല്ല, ചില മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ ലൈഫിൽ വരുത്തിയാൽ മാത്രമേ ഞാൻ എന്റെ ഇമേജോ എന്റെ റെപ്യൂട്ടേഷനോ ഞാൻ ഭാവിയിൽ മാറ്റാൻ പോകുന്നുള്ളൂ. സോ we need to change something in the sense that we need to change by stop doing by something and by start doing something. ഇന്ന് ചെയ്യുന്ന അതേ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇന്ന് ചെയ്യുന്ന അതേപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്റെ എന്താണ് മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഞാൻ എത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യു നീഡ് ടു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. ചിലത് നിർത്തുവാനും ചിലത് സ്റ്റാർട്ട് ചെയ്യുവാനും, ചിലത് സ്റ്റോപ്പ് ചെയ്യുവാനും, ചിലത് സ്റ്റാർട്ട് ചെയ്യുവാനും നമ്മൾ തയ്യാറാകുക. അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകുക. ദാറ്റ്സ് എ വെരി ബേസിക് സ്റ്റെപ്പ് ഓഫ് ചേഞ്ച്. നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. സ്റ്റാഗ്നന്റ് ആയാൽ, എവിടെയെങ്കിലും നിർത്തിയിടപ്പെട്ടാൽ നമ്മൾ തുരുമ്പെടുത്ത് നശിപ്പിച്ചു പോകും, റൂയിനായി പോകും എന്നുള്ള അടിസ്ഥാന ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുക. പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, പുതിയ കാര്യങ്ങൾ, ചില പഴയ കാര്യങ്ങൾ, ഓൾഡ് ഹാബിറ്റ്സ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ഫീലിംഗ് ആണ് ഒരു പക്ഷേ ഒരു ചേഞ്ചിലേക്കുള്ള ബിഗിനിങ് എന്ന് ഒരു ചേഞ്ചിലേക്കുള്ള സ്റ്റാർട്ടിങ് എന്ന് ഞാൻ പറയും. സോ വി നീഡ് ടു ചേഞ്ച് സംതിങ് ബൈ സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്, ബൈ സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. ചില സ്റ്റോപ്പ് ചെയ്യാനും ചില സ്റ്റാർട്ട് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. ഒരു പക്ഷേ കഴിഞ്ഞ ഒരു 2 മാസം എടുത്തു നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറ്റും വെള്ളപ്പേപ്പർ. ബട്ട് റിമെമ്പർ വൺ തിങ്, it's why because the COVID is there. കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിൽ മാസത്തിൽ 2019 മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈ 3 മാസം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല എഴുതാൻ. അത് വിട്ടുകളയും. ഈ വർഷം തന്നെ ഡിസംബർ ജാനുവരി മാസത്തിൽ 2 മാസം എടുക്കുക. ഡിസംബർ ജാനുവരി, ഈ ഡിസംബർ ജാനുവരി മാസത്തിൽ എന്ത് മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ എന്ത് സിവിയർ ചേഞ്ചസ് നിങ്ങൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ, ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾ ഐ വുഡ് സേ അവർക്ക് ഒരു 1, 3, 4 കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ദിസ് മാർച്ച് ആൻഡ് ഏപ്രിൽ മെയ് ഈ 3 മാസം നിങ്ങൾ എന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് 2-3 പേപ്പർ മതിയില്ല. അത്രയും വാസ്റ്റ് ആൻഡ് വൈഡ് ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത് ഈ 2-3 മാസങ്ങൾ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് സ്റ്റാർട്ടിംഗ് ആയിട്ട് പറയാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പീപ്പിൾ കീപ് ഓൺ ഡൂയിങ് ദ എക്സാക്ട് സെയിം തിങ്, ദ എക്സാക്ട് സെയിം വേ ആൻഡ് എക്സ്പെക്ട് ഡിഫറെന്റ് റിസൾട്ട്. ഒരേ കാര്യങ്ങൾ അതേ രീതിയിൽ അതേ വഴിയിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ട് വ്യത്യസ്ത റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു അൺലക്കി ആയിട്ടുള്ള തോട്ട് പ്രോസസ്സാണ് ഇതെന്ന് പറയാം. നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്, ബട്ട് വി ഡു നത്തിങ്. ചേഞ്ച് ചെയ്യാൻ, മാറാൻ നമുക്ക് താല്പര്യമില്ല. ഒരു മാറ്റമൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾക്ക് മാറുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളത്. ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത റിസൾട്ട് കിട്ടില്ല എന്നുള്ളത്. ഞാൻ ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ കുട്ടികളോട് ഞാൻ പറയും, നിങ്ങൾക്ക് 60% മാർക്ക് കിട്ടി എന്നുള്ളത് പറയും. 60% മാർക്ക് കിട്ടി എന്നുള്ളത് കൂട്ടിയിട്ട് 70 ആകണമെങ്കിൽ ഈ കഴിഞ്ഞ കാലം അത്രയും നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രീതിയുണ്ട്. രാവിലെ 5 മണിക്ക് എഴുന്നിട്ട് 1 മണിക്കൂർ പഠിക്കുന്നു, വൈകുന്നേരം കുറച്ച് സമയം പഠിക്കുന്നു, രാത്രി ഒരു 1/2 മണിക്കൂർ പഠിക്കുന്നു. ഇത് ചെയ്തതിന്റെ റിസൾട്ടാണ് 60% എന്നുള്ളത്. അത് 70 ആക്കണമെങ്കിൽ ഇതേ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ 70 പ്രതീക്ഷിക്കുന്നില്ല, അർത്ഥമില്ല. ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ടേക്ക് യു ടു സം ഡിഫറൻസ്, വ്യത്യസ്ത തരങ്ങളിലെത്തിക്കും. സോ വി നീഡ് ടു ഡു സംതിങ്, വി നീഡ് ടു ചേഞ്ച് സംതിങ്. അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് തിങ്കിങ് എന്ന് നമ്മൾ പറയുന്ന ഒരേ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരേ രീതിയിൽ ചെയ്തിട്ട് വ്യത്യസ്ത റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള തിങ്കിങ് ആയിട്ട് ഞാൻ പറഞ്ഞു. സോ വി നീഡ് ടു ചേഞ്ച് സംതിങ് എന്ന് പറയും, വി നീഡ് ടു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് എന്ന് പറയും. നമ്മളൊക്കെ മാറാൻ തയ്യാറാണ്, ചേഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. The two issues. എനിക്ക് സ്ക്രീൻ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഗോപകുമാർ, സ്ക്രീൻ കിട്ടുന്നുണ്ടോ? വീഡിയോ കിട്ടുന്നില്ല സാറേ, സൗണ്ട് മാത്രമേ കിട്ടുന്നില്ലൂ. വീഡിയോന് ചെറിയ പ്രോബ്ലം കിട്ടുന്നുള്ളൂ. ഉണ്ട്, ചില സമയത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോഴിങ്ങനെ ഒരു സ്റ്റിൽ കട്ടായി കിട്ടുന്നുണ്ട്. കിട്ടുന്നില്ല.
ബാൻഡ് വിത്തിന്റെ കുറച്ച് കുറവാന്നോ ഇപ്പം ശരിയാവുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ സമയം കട്ടാവുന്നത് പോലെ കട്ടാവുന്നതിലേക്കാ പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അതങ്ങനെ പോട്ടെ എന്നാലേ. ഇനിയിപ്പോ അതിന്റെ മുകളിൽ കളിക്കണ്ട. ശരി ശരി. സോ പീപ്പിൾ നോർമലി ചേഞ്ച് എന്നുള്ളത്, ആളുകൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ് എന്ന് നമുക്ക് പറയാം. ചിലപ്പോഴെങ്കിലും ആളുകൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് ഞാൻ ഇടയിൽ ഇന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട്, കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ആളുകൾ തരത്തിൽ ചെയ്യാറുണ്ട്. 2 സർക്കംസ്റ്റൻസിലാണ് ആളുകൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുന്നത്. 2 സർക്കംസ്റ്റൻസിൽ. സുഹൃത്ത് ഞാൻ ഒരു മിനിറ്റ് തരും, ഞാൻ ഒന്ന് റീകണക്ട് ചെയ്ത് നോക്കട്ടെ അത് വീഡിയോ. ഒരു സെക്കൻഡ്. ഓക്കെ, വീഡിയോ ശരിയാക്കാനാ. പല സ്ഥലത്തും ഇപ്പൊ ഉപയോഗം ഇന്റർനെറ്റ് വളരെ കൂടുതലായതുകൊണ്ട് വൈഫൈ എടുത്തവർ എല്ലാവരും പല ബുദ്ധിമുട്ടും പറയുന്നു, സ്ലോ ആയി പോകുന്നുണ്ട്. എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം നിൽക്കണം. സജിത് സാർ നല്ലൊരു ഗായകനാണ്, കുറച്ച് പാട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പറഞ്ഞു പേടിപ്പിക്കണ്ട. നമ്മളെ രാജേഷ് പാക്കമാണ് പാട്ട് തുടങ്ങി വെച്ചത് നമ്മളെ ഈ ഗ്രൂപ്പിൽ. ഇതുവരെ പാടാത്ത ഗോപകുമാർ വരെ കുറെ പാട്ട് പാടി. ഇത്തരം ക്ലാസ്സുകളിൽ ടെക്നിക്കൽ ഇഷ്യൂ എന്നുള്ള ഒരു വലിയ ഇഷ്യൂ ആണ്. ഭയങ്കര പ്രശ്നമാണ്. രവീന്ദ്രൻ പോയി തോന്നല്ലേ? വേറെ എന്ത് തിരക്കുണ്ട് എന്ന് പറഞ്ഞു. സ്ലോ ആണ് സുഹാസ്. അത് സാറില്ല, അന്ന് ഓഡിയോ മാത്രം മതി സാറേ. അതിനു വേണ്ടി ഉള്ളതും കൂടെ ഇല്ലാതാക്കണ്ട, അത് മതിയല്ലേ? നോക്കാം, ഇപ്പൊ വേറെ വഴിയില്ല. ഓക്കെ സാറില്ല, ഓക്കെ വരട്ടെ, നോക്കാം. ഞാൻ പറഞ്ഞു നിർത്തിയ ഇവിടെയാണ് ആളുകൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ 2 സർക്കംസ്റ്റൻസസിലാണ് ആളുകൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറ്. 2 സർക്കംസ്റ്റൻസസ്. PPT ഒഴിവാക്കുക ഒരു സെഷൻ ആയതുകൊണ്ട് തന്നെ മതിയാവും. 2 സെഷനിൽ മാത്രമാണ് ആളുകൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാകുന്നത്. ഒന്ന്, ഫസ്റ്റ് കേസ്, നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറാകുന്ന ഒന്നാമത്തെ കേസ്, when there is no option. എന്റെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല, ഒരു ഓപ്ഷനും ഇല്ല. ചേഞ്ച് ചെയ്യാതല്ലാതെ എനിക്ക് വേറൊരു മാറ്റമില്ല. കഴിഞ്ഞ മാർച്ച് 23 മുതൽ നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല, വീട്ടിൽ കഴിഞ്ഞോളണം, രക്ഷയില്ല. അപ്പൊ നമ്മൾക്ക് ഒരു ഓപ്ഷൻ മുന്നില്ലാതെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പഠിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. ഒരുപക്ഷെ നമ്മളതിനെ ഫോഴ്സ്ഫുൾ ചേഞ്ച് എന്ന് വേണം പറയാം. വളരെ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾക്ക് ഒരു മാറ്റം, നമ്മൾ വീട്ടിലിരിക്കാൻ നിർബന്ധിതരാണ്, വേറെ രക്ഷയില്ല. ഞാൻ ചോദിക്കട്ടെ, അതർവൈസ് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ പോകുമായിരുന്ന ആളുകളാണ് നമ്മളെല്ലാം. നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത്, വേണമെങ്കിൽ പുറത്തിറങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു നിർദ്ദേശമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ 90% ആളുകളും പുറത്തിറങ്ങും. ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷെ ഓപ്ഷൻ ഇല്ലെങ്കിൽ, നമുക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. നോ ഓപ്ഷൻ. ദിസ് ഈസ് വാട്ട് യു കോൾ ഫോഴ്സ്ഫുൾ ചേഞ്ച്. രണ്ടാമത്തെ സർക്കംസ്റ്റൻസ് ആണ് when people want to change. മാറണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്, മാറണമെന്ന് നമുക്ക് തോന്നുന്നു. അത് ഫോഴ്സ് ഈസ് ദ. രണ്ടാമത്തെ ചേഞ്ചിനെ നമ്മൾ വിളിക്കുക വിഷ്ഫുൾ ചേഞ്ച് എന്നാണ്. ഒന്നാമത്തത് ഫോഴ്സ്ഫുൾ ചേഞ്ച് ആണെങ്കിൽ, രണ്ടാമത്തത് വിഷ്ഫുൾ ചേഞ്ച് ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ ഏത് ചേഞ്ച് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ലെറ്റ് മീ നോ. ഒന്ന് ചാറ്റ് ബോക്സിൽ അടിക്കാവോ? കിട്ടുന്നുണ്ടോ എന്തെങ്കിലും മറുപടി? ഉണ്ട്. രണ്ടാമത്തെ വിഷ്വൽ ചേഞ്ച് അത് എല്ലാവരും പറയും സാറേ. വിഷ്ഫുൾ ചേഞ്ച്. Majority is saying that വിഷ്വൽ ചേഞ്ച്.
ഫോഴ്സ്ഫുൾ ചേഞ്ച്. അപ്പോ ഈ ഒരു വിഷ്ഫുൾ ചേഞ്ചിലേക്കാണ് നമ്മൾ പറയുന്നത്. കാരണം അതിന് ആൻസർ നമുക്ക് തന്നെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു വിഷ്ഫുൾ ചേഞ്ചസിന് മാത്രമേ ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ, ഒരു കൺസിസ്റ്റൻസി ഉള്ളൂ. ഫോഴ്സ്ഫുൾ ചേഞ്ച് നമ്മൾ പണ്ടാരെ പറഞ്ഞ കണക്ക് ഞാൻ അധ്യാപകനായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രീതിയിൽ കൂടുതൽ പറഞ്ഞത്. കയ്യിൽ വടി കണ്ടിട്ട് മാറുന്ന ഒരു കുട്ടി എന്ന് കയ്യിൽ നിന്നും വടി മാറുന്നോ അന്ന് കുട്ടി മാറും. അധ്യാപകരമാണ് കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്ന് കയ്യിൽ നിന്നും വടി മാറുന്നു, കയ്യിൽ വടി കണ്ടിട്ടാണ്, ഫോഴ്സ്ഫുൾ ആണ്. ഈ ഫോഴ്സ്ഫുൾ ചേഞ്ചസിന് ഒരു കൺസിസ്റ്റൻസി ഇല്ല എന്നാണ് പറയാം. നമുക്ക് ഫോഴ്സ്ഫുൾ ചേഞ്ചസ് കൺസിസ്റ്റന്റ് അല്ല. പക്ഷെ വിഷ്ഫുൾ ചേഞ്ച്, ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ മാറുകയാണെങ്കിൽ, നമ്മൾ കൺവിൻസ്ഡ് ആണെങ്കിൽ, ഡെഫിനറ്റ്ലി ദാറ്റ് ലീഡ്സ് ടു എ പോസിറ്റീവ് ചേഞ്ച്. അതൊരു പോസിറ്റീവ് ചേഞ്ച് എന്ന് മാത്രമല്ല, അതൊരു കൺസിസ്റ്റന്റ് ചേഞ്ചിലേക്ക് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ മെജോറിറ്റി പീപ്പിൾ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് വിഷ്ഫുൾ ചേഞ്ച്. ആളുകൾക്ക് ഒരു വിഷ്ഫുൾ ചേഞ്ചിന്റെ പാർട്ട് ആവാനാണ് കൂടുതലും ആഗ്രഹം എങ്കിൽ അതിന്റെ ബേസിക് റീസണും ഇത് തന്നെയാണ്. നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. There is forceful change and there is wishful change. സോ ചേട്ടാ വീഡിയോ ഒന്ന് വരുന്നുണ്ട് ചിലപ്പോൾ. വീഡിയോയിൽ കിട്ടൂല സാറേ. പ്ലീസ് നോട്ട് വീഡിയോ, PPT. PPT ഇറ്റ്സ് കമ്മിങ്. യെസ്, ഒന്ന് കണക്ട് ആയിട്ടുണ്ട്. ആളുകൾ അത് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചിലവര് PPT ചോദിക്കുന്നുണ്ട്. അവരുടെ ഇതിൽ കാണുന്നുണ്ട്. അല്ല, അഥവാ നെറ്റിന്റെ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ സാരില്ല, വേണ്ട, നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. ഒരിക്കൽ കൂടി ഞാൻ കണക്ട് ചെയ്യും, എന്നിട്ട് പിന്നെ മതിയാകും. റൈറ്റ്, അവൈലബിൾ ആണെങ്കിൽ ആവട്ടെ. വന്നു. റൈറ്റ്. സോ അതെങ്ങനെ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ? കാണുന്നുണ്ട്. സോ people will change cases. There is two issues. One, they will change the first circumstance. There is no option. If there is no option, and the second is if they want to. അവർക്ക് ആക്ച്വലി മാറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, തോന്നുന്നുണ്ടെങ്കിൽ. So now it is clear, I think. Yes, clear. ഞാൻ നിങ്ങളോട് ചോദിച്ചു അതിൽ ഏതാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്ന്. നിങ്ങൾ മെജോറിറ്റി നിങ്ങൾ പറഞ്ഞത് വിഷ്ഫുൾ ചേഞ്ച് തന്നെയാണ്. ഫോഴ്സ്ഫുൾ ചേഞ്ചസ് നമ്മൾ സാധാരണ ആഗ്രഹിക്കാറില്ല, നമ്മൾ ഇഷ്ടപ്പെടാറില്ല. സോ നോർമലി സാധാരണ നമ്മൾ ചോദിക്കാറുണ്ട് വൈ ചേഞ്ച് എന്ന് പറയുന്നത്, എന്തിനാണ് ചേഞ്ച് ചോദിക്കാറുണ്ട്. ഇന്നലെ 2 ദിവസം മുന്നേ ഞാനൊരു ചേഞ്ച് മാനേജ്മെന്റിന്റെ ചേഞ്ചിനെ കുറിച്ചുള്ള, ചേഞ്ച് ആയിരുന്നില്ല, ഒരു ബിസിനസ്, ദാറ്റ് വാസ് എ ബിസിനസ് സെഷൻ. അതിൽ ഇരുന്ന സമയത്ത് പിന്നെ ആളുകൾ കൂടുതലും ചോദിച്ചത് കംഫർട്ട്, പഴയ ഒരു സിറ്റുവേഷൻ പോകുന്നതല്ലേ നല്ലതെന്ന് പലരും ചോദിക്കാറുണ്ട്. ബിസിനസ് പീപ്പിളാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ ചേഞ്ചസിനെ കുറിച്ചിട്ട് അവെയർ ആയിരിക്കുക. അവർക്കാണ്, ബിക്കോസ് ദേ ആർ കോൺസ്റ്റന്റ്ലി ലുക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്, ദേ ആർ കോൺസ്റ്റന്റ്ലി ലുക്കിംഗ് ഫോർ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ അങ്ങനെ വളരെ കൂടുതൽ ബോധേഡ് അല്ല, വൈ ചേഞ്ച് എന്നതിനെ കുറിച്ച് വളരെ കൂടുതൽ ബോധേഡ് അല്ല. എങ്കിലും നമുക്ക് പറയാം എന്തുകൊണ്ടാണ് ചേഞ്ചസ് വേണ്ടത് എന്നതിന്റെ ചോദിച്ചാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പറ്റുന്നത്, വി നീഡ് ടു ഇംപ്രൂവ് അവർ സെൽഫ് ഫോർ ബെറ്റർമെന്റ്. നമ്മൾക്ക് ഇംപ്രൂവ്മെന്റും ബെറ്റർമെന്റും കോൺസ്റ്റന്റ് ആയിട്ട് ആവശ്യമായി കൊണ്ടിരിക്കുകയാണ്. എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ ഒരേ ഫ്ലോയിൽ പോകാൻ നമുക്ക് താല്പര്യമില്ല. ആളുകൾ താല്പര്യമുള്ളവരുണ്ടാവുകയാണ് ചെയ്യുന്നത്. പണ്ടേതൊരു കഥയിൽ വായിച്ചിട്ടുണ്ട്, 18ാമത്തെ വയസ്സിൽ ഒരു പ്യൂണായിട്ട് പിന്നെ എന്താണ് ജോലിയിൽ പ്രവേശിക്കുകയും ഒരു 56ാമത്തെ വയസ്സിൽ ഒരു പ്യൂണായിട്ട് തന്നെ റിട്ടയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഞാൻ ഒരു കഥയിൽ വായിക്കുകയുണ്ടായി. ഒരു പ്രൊമോഷൻ ടെസ്റ്റും എഴുതാതെ, ഒരു അഡീഷണൽ ഇന്റർവ്യൂവിനും പോവാതെ വീട്ടിനടുത്ത് തന്നെ ഉള്ള ഒരു ഓഫീസാണ് ഏറ്റവും കംഫർട്ടബിൾ എന്ന് നമ്മൾ കരുതിയിട്ട് അവിടെ തന്നെ ജീവിച്ച്, അവിടെ തന്നെ പ്രവർത്തിച്ചിട്ട് അവിടെ തന്നെ റിട്ടയർ വാങ്ങിക്കുക. അങ്ങനെയുള്ള കംഫർട്ട് സോണിൽ നിന്നാണ്. നമ്മൾക്ക് ബെറ്റർമെന്റ് വേണമെങ്കിൽ വി നീഡ് ടു ഹാവ് സം ചേഞ്ച്. ചേഞ്ചസിലേക്ക് പിന്നെ നമ്മൾ പോകേണ്ടി വരും. ആൻഡ് ഓൾസോ വി നീഡ് ടു കൺഫ്രണ്ട് ദ ഫ്യൂച്ചർ പ്രോബ്ലംസ്. നമ്മൾ ഈ ഒരു കോവിഡ് സമയത്തെ ഫോഴ്സ്ഫുൾ ചേഞ്ച് ആണെങ്കിൽ പോലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തത് വി നീഡ് ടു കൺഫ്രണ്ട് ഫ്യൂച്ചർ പ്രോബ്ലംസ്. ഫ്യൂച്ചറിൽ സംഭവിച്ചേക്കാവുന്ന ഇഷ്യൂസിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആണ്, അവെയർ ആണ്. സോ വി നീഡ് ടു കൺഫ്രണ്ട് ദാറ്റ് ഫ്യൂച്ചർ പ്രോബ്ലംസ്, ഫ്യൂച്ചർ ഇഷ്യൂസ്.
ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ആലോചിച്ച് നോക്കുക. We'll have change. I am a college teacher. I am working as a government college teacher, and see if the government says that the next promotion requires PhD. The government is giving an order that next promotion requires PhD. So one thing is very clear: the people who don't have this PhD won't get promoted. PhD ഇല്ലാത്തവരെ പ്രൊമോട്ട് ചെയ്യില്ല എന്ന് ഗവൺമെന്റ് പറയും. ഞാൻ PhD ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാതെ ഞാൻ മുന്നോട്ട് ഇപ്പോൾ കംഫർട്ടബിൾ ആണ്. PhDക്ക് ഇനി പഠിക്കുക എന്നുള്ളതും PhD ഇല്ലാത്തവർക്ക് അത് പഠിക്കുക എന്ന് പറയുന്നതും 2-3-4 വർഷം അതിനുവേണ്ടി മാറ്റുക എന്ന് പറയുന്നതും നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തേക്കാണ്. But I have to. For improvement, I need to change. For avoiding these future issues, I need to change. And to survive and grow rapidly in a changing environment. If I want to change according to the changing environment, I need to change something. Survive ചെയ്യണമെങ്കിൽ എന്നാണ്. പരിണാമ സിദ്ധാന്ത പ്രകാരം ഫിറ്റസ്റ്റ് ആണ് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാമെങ്കിലും ഒരു മോഡേൺ വ്യൂ പോയിന്റിൽ those who change with the changing environment or those who foresee the change, മറ്റുള്ളവരുടെ ചേഞ്ച് കാണാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ, മുൻകൂട്ടി കാണാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്നവർക്കാണ് കുറച്ചുകൂടി എക്സിസ്റ്റൻസ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. People. So we need to change something for improvement, for betterment, for confront future problems, to grow. ഒരുപാട് പിന്നെ additional points നമുക്ക് പറയാൻ പറ്റും. But some people still say that they won't change. ഞാൻ മാറാൻ തയ്യാറല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ there are a lot of reasons behind that. I would say these are resistance. വേണ്ട, എനിക്ക് വേണ്ട, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് സം പീപ്പിൾ. ചില ജനറൽ റീസൺസ്, പർട്ടിക്കുലർലി ഇൻഡിവിജ്വൽസിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും എന്തുകൊണ്ട് മാറാൻ പറ്റില്ല എന്നുള്ള ചില റീസൺസ് ഉണ്ടാവാം. തിരുവനന്തപുരത്തേക്ക് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ കിട്ടിയാൽ, ഒരു പുതിയ പോസ്റ്റിംഗ് തിരുവനന്തപുരത്ത് സുധാസ്ജിക്ക് കൊടുത്താൽ സുധാസ് ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് സുധാസ് ഇരുന്നാലേക്ക് ഒരു വലിയ ചേഞ്ച് ആണത്. ചിലപ്പോൾ വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും, പക്ഷെ ജനറൽ ആയിട്ടുള്ള ഒത്തിരി കാരണങ്ങളുണ്ട്. One is your fixed mindset. നമ്മുടെ മൈൻഡൊക്കെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്, ഫിക്സഡ് ഫ്രെയിം ചെയ്തിട്ട്. ആ മൈൻഡ് സെറ്റ് നമ്മൾ ഒരു തരത്തിലും മാറ്റാൻ തയ്യാറല്ല. അത് എനിക്ക് ഈ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. I cannot change this. This is my mindset. I won't change this. ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന് ഇന്നലെ വരെ വന്നിട്ടുള്ള അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു കമന്റ്, അദ്ദേഹത്തിന്റെ പറയുന്ന സമ്മേളനങ്ങളിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞത്, ഹി ഈസ് നോട്ട് റെഡി ടു വെയർ എ മാസ്ക്. ഞാൻ മാസ്ക് ധരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ മാസ്ക് ധരിക്കില്ല. അതിനെക്കുറിച്ച് അവെയർ ആണ്. ഈ ഒരു സീരിയസ് ഇഷ്യൂ ആണ്, ലോകത്ത് മൊത്തം ബാധിക്കുന്ന ഒരു എഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് വെയർ മാസ്ക്. ഇന്നലത്തെ പത്രത്തിൽ കൂടി മാസ്ക് ഞാൻ ധരിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ കമന്റ് ഞാൻ ഒന്നുകൂടി വായിച്ചു. യുവർ മൈൻഡ് സെറ്റ് ഇസ് ഫിക്സഡ്. That doesn't mean that you are not convinced on that. അത് നിങ്ങൾ അതിൽ കൺവിൻസ്ഡ് അല്ല എന്നുള്ള അർത്ഥമൊന്നുമില്ല. But still, a fixed mindset. Plus, fear is there. എന്തായിരിക്കും ഒരു മാറ്റത്തിന്റെ റിസൾട്ട് എന്ന് പേടിയാണ് നിങ്ങൾ. നമ്മളിനി എന്ത് പേടിയില്ല എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ പേടിയാണ്. മാറ്റത്തിന് നമ്മൾ ചിലപ്പോൾ ഭയക്കുന്നു. You don't know what's the result. Uncertainty exists. Plus, for every change, there is an element of surprise. There is an element of surprise. Or a surprise element ഉണ്ട് ഇല്ലത്. സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. പക്ഷെ ഒരു പുതിയ കാര്യം ചെയ്യുമ്പോഴും അതിന്റെ സർപ്രൈസ്, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. അവിടെ നമുക്ക് ചെറിയ പേടിയുണ്ട്, ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ മൈൻഡ് പ്രിപ്പയർഡ്നെസ് എന്നുള്ള ഒരു പ്രോസസ് ഉണ്ട്. മൈൻഡ് പ്രിപ്പയർഡ്നെസ് എന്നുള്ള ഒരു പ്രോസസ്. Once your mind is prepared for something, you will always you only accept that thing. നമ്മുടെ മൈൻഡ് എന്തെങ്കിലും ഒന്നിന് പ്രിപ്പയർ ആണെങ്കിൽ ആ പ്രിപ്പയർ ചെയ്തതിന് മാത്രമേ നമ്മുടെ മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. You are not ready to accept surprises. സർപ്രൈസസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല, നമ്മൾ തയ്യാറാവില്ല. So this is a barrier. Plus, the peer pressure. ചുറ്റുപാടിൽ നിന്നുള്ള സമ്മർദ്ദം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് സമ്മർദ്ദം വരും. ഞാൻ ചോദിക്കട്ടെ,
നിങ്ങളോട് ചാറ്റ് ബോക്സിൽ എത്ര പേര് റിപ്ലൈ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് നിങ്ങൾ കൺവിൻസ്ഡ് ആയിട്ടും ടീമിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? How many of you say yes? My question is very clear. ഒരു ചേഞ്ച് വേണം എന്ന് എനിക്ക് തോന്നി. ചേഞ്ചിനെ കുറിച്ച് ഞാൻ കൺവിൻസ്ഡും ആണ്. ചേഞ്ച് വേണം, ഇതിനൊന്നായ പോരാ, ചില മാറ്റങ്ങൾ വേണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ എന്റെ ചുറ്റുമുള്ള ആൾ മാറാൻ തയ്യാറില്ല. അവരിങ്ങനെ പ്രശ്നം അതൊന്നും വേണ്ട, നമ്മൾ സാധാരണ സൂത്രയുടെ ഇല്ല, വേണ്ട, എന്താ പോകുന്നത്? ബ്യൂട്ടിഫുൾ ആൻസർ ഇസ് മൈ വൈഫ് ഫ്രം മനീഷ് ജി കായമാട്. ഓക്കെ, നമ്മൾ പിയർ പ്രഷറിന്റെ ഒരു ഇന്റൻസിറ്റി എത്രയുണ്ടെന്ന് ആലോചിക്കുക നിങ്ങൾ. നമ്മൾ എത്ര സ്റ്റെബൺ ആയിട്ട് നിന്നാലും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ക്വാളിറ്റി കൂടിയാണ്, ദർ ഇസ് എ ക്വാളിറ്റി, നമുക്ക് ക്വാളിറ്റി കൂടിയാണ്. കാരണം നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് നമ്മൾ മാറണമെന്ന് വിചാരിച്ചാൽ നമ്മൾ മാറാൻ തയ്യാറല്ല എന്ന് പറയും. ഇതിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഞാൻ അധ്യാപകനായതുകൊണ്ട് ഞാൻ അതിന്റെ എന്താ പറ്റിയേ ഗോപു? പറഞ്ഞോളൂ. എന്താ സാറിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാ? എന്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണോ നിങ്ങളുടെ ഒന്നും അറിയുന്നില്ല. വുമൺ കനോട്ട് ചേഞ്ച്. മൈക്ക് ഇത് ഓഡിയോ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ഓഡിയോ ഡിസ്കണക്റ്റാ? അത് നെറ്റ് പ്രോബ്ലം ആയിരിക്കും. മാറാൻ നമ്മൾ തയ്യാറാവണം. ഇന്നലത്തെ പോലുള്ള അതേ കാര്യങ്ങൾ തന്നെ ഇന്നും ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഇന്നലത്തെ അതേ റിസൾട്ട് ഉണ്ടാവും. വ്യത്യസ്തമായി നമ്മൾ കാര്യങ്ങൾ ചെയ്യണമെന്നാവും, അല്ലേ ഗോ? വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്താല് മാറ്റങ്ങൾ ഉണ്ടാവും, വ്യത്യസ്തമായ റിസൾട്ട് ഉണ്ടാവും. സാറേ മൈക്ക് ഓൺ ആക്കുവാ, സാറിന് മൈക്ക് ഓഫാ. ഒരു മിനിറ്റ്. അസൈ സാർ വന്നിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, അത് ഹോസ്റ്റ് ഓഫ് ചെയ്തതാണ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് ക്ലിയർ. Okay, it's now it's okay. Okay. Double okay. Okay, Rasi. Okay. The issue is that I can use my data of the phone, but still other flight mode like data കിട്ടില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. Now it is okay. Okay. ഒരുപാട് മറുപടി കിട്ടുന്നുണ്ട്. വിമൻ can change but they. അപ്പൊ നിങ്ങൾ തമ്മിൽ അത് അവരൊരു ഐഡിയ ആവണ്ടായതാൽ വിമൻ പറയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് വേണമെന്നൊക്കെ ഒരു നോ ഇഷ്യൂസ്. ഞാൻ പിയർ പ്രഷറിനെ കുറിച്ച് പറഞ്ഞത് ഒരു നല്ല കുട്ടിയാവാൻ, അല്ലെങ്കിൽ ക്ലാസ്സിൽ പിന്നെ എന്താണ് ക്ലാസ് കട്ട് ചെയ്യുന്ന കുട്ടികൾ പലരും ഉണ്ടാവും. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ ക്ലാസ് ഇരിക്കാൻ തയ്യാറാവും. പക്ഷെ പിയർ പ്രഷർ ഭയങ്കര എഫക്റ്റീവ് ആണ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഒത്തിരി കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളൊക്കെ അതിന്റെ പിന്നെ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ് അവര്. കാരണം വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് കൺവിൻസ്ഡ് ആയിട്ട് കൂടി നമ്മൾ പിയേഴ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോട്ട് ഓഫ് ഇറ്റ്സ് എ ബാരിയർ. എഫക്റ്റീവ്, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബാരിയർ. ആൻഡ് വൺ മോർ തിങ്, ഇറ്റ് ഇസ് വി ആർ മൂവ്ഡ് ഇൻ ടു കംഫർട്ട് സോൺ. നമ്മൾ കംഫർട്ട് സോണിലേക്ക് മാറുന്നു എന്നുള്ളത്, വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു സോണിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കംഫർട്ട് സോണിലേക്ക് മാറുന്നു എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിറയെ ഒരു വലിയ ജാറ്, ആ വലിയ ജാറിൽ നിറയെ ധാന്യമാണ്, ആ ധാന്യത്തിലേക്ക് അറിയാതെ വീണ് പോയിട്ടുള്ള ഒരു ചുണ്ടലി, ആ ധാന്യത്തിന്റെ ആ വലിയൊരു ജാറിലുള്ള ധാന്യത്തിന്റെ കൂമ്പാരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഭക്ഷിക്കുമ്പോൾ ആ ചുണ്ടലിയുടെ ചുറ്റും നിറച്ചും ധാന്യത്തിന്റെ മുകളിൽ അത് ഇരിക്കുന്നത്. വളരെ കംഫർട്ടബിൾ ആണ്. അത് ഭക്ഷണം കഴിക്കുന്നു, സുഖമായി കിടന്നുറങ്ങുന്നു, വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, സുഖമായി കിടന്നുറങ്ങുന്നു. But my dear friends, a day will come definitely in future. അത് ഭക്ഷണം കഴിച്ച് അതിന്റെ മുകളിൽ കിടന്നുറങ്ങിയിട്ട് ഒരു ദിവസം തീർച്ചയായിട്ടും വരും. when ആ ഭക്ഷണം അവസാനിക്കും. ആ ഭക്ഷണം ഏറ്റവും അവസാനത്തെ മണിയും ഏറ്റവും അവസാനത്തെ പിന്നെന്താണ് ധാന്യവും എടുത്തിട്ട് ഭക്ഷിക്കുമ്പോഴേ ശേഷമാണ് അതിന് മനസ്സിലാകുക എനിക്ക് ഭക്ഷിക്കണമെങ്കിൽ ധാന്യമില്ല എന്ന് മനസ്സിലാകുക. പക്ഷെ അപ്പോഴേക്കും ആ ചുണ്ടലി ആ വലിയ ജാറിന്റെ ഏറ്റവും അടിത്തട്ടിൽ എത്തിയിട്ടുണ്ടാവും. there is no way to escape. പുറത്തേക്ക് പോകാൻ അതിന് വഴി ഉണ്ടാവില്ല. See how dangerous the situation of comfort sometimes. എല്ലാ അർത്ഥത്തിലും എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്ന് പറയുന്നില്ല. ബട്ട് പീപ്പിൾ സീ കംഫർട്ട്. ഒരു കംഫർട്ടും ഒരു ചലഞ്ചും നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻ തന്നാൽ നിങ്ങൾ ഏത് സ്വീകരിക്കും?
Which one you opt? Majority of the people go for comfort, and some Challenge. people for challenge. പോസിറ്റീവ് കമ്മ്യൂണിറ്റി ആൾക്കാരുടെ ചലഞ്ചാ സ്വീകരിക്കും Definitely, some people go. പോസിറ്റീവ് കമ്മ്യൂണിറ്റി ചാലഞ്ച് സ്വീകരിക്കുള്ളൂ. കംഫർട്ട് ഉണ്ട് ഒരാൾ മെൽബിൻ ജോസഫ്. Maybe you are having your own answer. ആ, നമ്മള് കംഫർട്ട് സ്വീകരിക്കുന്നവരുണ്ടാവാം, ചാലഞ്ച് സ്വീകരിക്കുന്നവരുണ്ടാകാം. Some people opt for challenge, of course. Some people, of course, definitely go for challenge. And if you find a person who is successful in his venture, in his life, definitely, at some point of time, ജീവിതത്തിൽ ഏതൊക്കെ ഒരു സമയത്ത് ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് ചലഞ്ചിന് പിന്നാലെ, ചേഞ്ചിന് പിന്നാലെ പോയിട്ടുള്ള ആളുകളായിരിക്കാം പിന്നീട് എപ്പോഴെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത്. I agree with you. You are not ready to go for risk. I don't know what your profession is. After see, ഏത് പ്രൊഫഷനാണ് എനിക്ക് അറിയില്ല. But still, there's a concept of challenge എന്നുള്ളത് നിങ്ങൾ വലിയ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പിന്നെ സംഭവത്തിലേക്ക് പോകുന്നു എന്ന അർത്ഥത്തിൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറയുന്ന വ്യക്തികൾ ബിസിനസ് പ്രൊഫഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്യും. ലൈഫ് ആണെങ്കിലും ഒരു ചാലഞ്ച് ഉണ്ട് എല്ലാത്തിലും. ആ ചലഞ്ചിൽ തന്നെ കംഫർട്ട് ഫീൽ ചെയ്യുന്ന ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ പറയുന്നത് കാൽക്കുലേറ്റഡ് റിസ്കുകളെ കുറിച്ചാണ്. എന്ത് പറഞ്ഞാലും മനുഷ്യന്മാർ കംഫർട്ടിന് തന്നെയാണ് ആഗ്രഹിക്കുക എന്നുള്ളത് ശരിയാണ്. ഐ അഗ്രി വിത്ത് യു. ബട്ട് ഇങ്ങനെയൊന്നും ആയാൽ പോരാ എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ചില റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് തന്നെയാണ്. മേ ബി പീപ്പിൾ ആർ ഹാവിംഗ് ഡിഫറെന്റ് മൈൻഡ് സെറ്റ്. എങ്കിലും കംഫർട്ട് സോണിൽ നിന്നും തന്നെ ഇരിക്കാനുള്ള ഒരു മനസ്ഥിതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചേഞ്ചിന്റെ ഒരു ബാരിയർ ആണ്. ഐ ഹോപ്പ് അറ്റ്ലീസ്റ്റ് ഫോർ ദാറ്റ് പോയിന്റ് യു വിൽ അഗ്രി. ഒരു വളരെ മനോഹരമായിട്ടുള്ള ചാര് കസേരയിൽ ഇരുന്നു. ഞാൻ എന്റെ വീട്ടിൽ മുമ്പ് ഒരു ചാര് കസേര ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഈസി ചെയർ എന്ന് അതിനെ പറയുക. ഈസി ചെയർ ഇങ്ങനെ ചാരിയായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പലരും നേരിട്ട് അറിയാത്തത് ഞാൻ പേര് വിളിക്കും. ഞാൻ സുഹാസിയുടെ പേര് മാത്രം വിളിക്കുന്നത്. അദ്ദേഹത്തെയാണ് അദ്ദേഹം ത്രൂ ആണ് ഞാൻ അതിലൂടെ കയറുന്നത്. പഴയ വീട്ടിന്റെ കോലയിൽ വലിയ ചാര് കസേര ഉണ്ടാവും. ഈ ചാര് കസേര ചാരി കിടന്നിട്ട് രണ്ട് കാല് തന്നെ മുകളിൽ ഇങ്ങനെ വെച്ചിരുന്നിട്ട് പത്രം വായിക്കാം. എന്റെ അച്ഛൻ ഉണ്ടായ സമയത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പത്രം വായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ വിശാലമായി ചാരി കിടന്നുകൊണ്ട് പത്രം വായിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ ചാരു കസേര ഇല്ലെങ്കിൽ, ഓർമ്മയില്ലെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിൽ വരുന്നില്ലെങ്കിൽ, നമ്മുടെ ഈ തൂക്ക് കട്ടിലുണ്ട് ഇങ്ങനെ ഈ എന്താണ് ഈ നെറ്റ് കൊണ്ട് അടിച്ചിട്ടുള്ള ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് ആടുന്ന രണ്ട് മരത്തിന് കെട്ടിയിട്ടുള്ള ഇതുണ്ട്, ചാരി കിടന്നിട്ട് വായിക്കുന്നത്. അതിൽ കിടന്നുകൊണ്ട് നിങ്ങൾ പത്രം വായിക്കുന്ന സമയത്ത് നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പേജിന്റെ ഒരു ഷീറ്റ് നല്ലൊരു കാറ്റിൽ അങ്ങോട്ട് പറന്നുപോയി. ഒറ്റ ഷീറ്റ് അങ്ങോട്ട് പറന്നുപോയി ഒരു കാലിൽ നിന്ന്. മടിയൻ കസേര എന്നൊരു പേരുണ്ട്. ഓക്കെ, മടിയൻ കസേര ആണെങ്കിലും അതൊരു കംഫർട്ടബിൾ ആണ് നമ്മൾക്ക്. അപ്പൊ നമ്മളെങ്ങനെ ഇതിൽ നിന്നിരുന്നിട്ട് പിന്നെ എന്താ പറയുക, ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്ന ഒരു ആർട്ടിക്കിളിന്റെ പകുതി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്കത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതങ്ങോട്ട് ഒന്ന് കാറ്റിന് പറന്നുപോയി. ഞാൻ പലപ്പോഴും ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നമ്മൾ എത്ര പേര് അത് അവിടെ നിന്നും എഴുന്നേറ്റിട്ട് വീണ്ടും ആ പാറിപ്പോയ പേപ്പർ തിരിച്ചെടുത്തു കൊണ്ടുവന്നിട്ട് ഇരുന്നിട്ട് വായിക്കും? This is what I should say comfort zone. ഒരുപാട് വിശദീകരണത്തിൽ ഞാൻ പോകുന്നു. This is what I say comfort zone. This is a barrier. This is a barrier. There are people definitely I know who are ready to take up challenges, but this is a barrier. And we need to manage this one. Manage ചെയ്യണം, ചെയ്തേ പറ്റൂ. We need to manage. A beautiful sentence in English that I would like to quote in almost in majority of my training program. You need to break the comfort zone. The sentence goes like this: if an egg is broken with an external force, that's the end of a life. And if the same egg is broken with an internal force, that is the beginning of a life. ഒരു കോഴിമുട്ട പൊട്ടുന്നത്, ഒരു മുട്ട പൊട്ടുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിലൂടെയാണെങ്കിൽ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ ലൈഫ്. അത് തന്നെ പൊട്ടുന്നത് ഒരു ഇന്റേണൽ ഫോഴ്സിലൂടെയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ ലൈഫ്. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് കൂട്ടിച്ചേർക്കാം ഞാൻ ഈ പറഞ്ഞതിനെ. ഒരു ഫോഴ്സ്ഫുൾ ചേഞ്ച് എന്ന് പറയുന്നത്
ഒരു എക്സ്റ്റേണൽ ചേഞ്ച് ആണ്. നിങ്ങൾ അതിൽ തന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സി ദ ലൈഫ് എന്ന് പറയുന്നത് ആ രീതിയിൽ മാത്രമേ അവസാനിക്കൂ. ബട്ട് ദാറ്റ് സെയിം തിങ് ഈസ് ഹാപ്പൻ വിത്ത് ആൻ ഇന്റേണൽ ഫോഴ്സ്. ഒരു വിഷ്വൽ ചേഞ്ച് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഒരു കോഴിമുട്ട പൊട്ടുന്നത്, ഒരു മുട്ട പൊട്ടുന്നത് ഒരു ഇന്റേണൽ ഫോഴ്സിലൂടെയാണെങ്കിൽ ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ ലൈഫ്. അതൊരു ജീവിതത്തിന്റെ ഒരു ലൈഫിന്റെ ആരംഭമാണെന്ന് പറയും. So breaking comfort zone is almost equal to this. So change management equals effective management of change involves ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്. 3 ഏരിയാസിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് ഒരു എഫക്റ്റീവ് ചേഞ്ച് മാനേജ്മെന്റ്. ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ, ആൾട്ടറിങ് യുവർ മൈൻഡ് സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് ആൾട്ടർ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. ആൻഡ് യു ആർ ആഡിങ് ഹാർനസിങ് മോട്ടിവേഷൻ with this change and shaping your behavior. Altering the mindset, you harness motivation and you shape your behavior according to that. അതിന്റെ ഒരുപാട് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് പകരം I should say that നമ്മുടെ മൈൻഡ് സെറ്റ് ആൾട്ടർ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ ഞാൻ ഒരു പക്ഷേ 3-4 രീതികൾ പറയുമ്പോൾ, എങ്ങനെ മാനേജ് ചെയ്യുന്ന 3 രീതികൾ പറയുമ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു സ്ലൈഡ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൾട്ടറിങ് മൈൻഡ് സെറ്റ്, ദ മൈൻഡ് സെറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ്. ദാറ്റ് നീഡ് എ ലിറ്റിൽ മോട്ടിവേഷൻ. പ്ലസ് യു മസ്റ്റ് ഷേപ്പ് യുവർ ബിഹേവിയർ അക്കോർഡിംഗ്ലി. ബിഹേവിയർ എന്നുള്ളത് നമ്മൾ അതിലൂടെ നമ്മുടെ എന്തെങ്കിലും തരത്തിൽ വിശ്വാസം കൊണ്ട് കാര്യമില്ല. ആ വിശ്വാസം നമ്മുടെ ബിഹേവിയർ റിഫ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് ബിലീഫ്. വിശ്വാസം കൊണ്ട് ഒരു കാര്യമില്ല. വിശ്വാസങ്ങൾ നമ്മുടെ പിന്നെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാകണം, ഷേപ്പ് ചെയ്യണമെങ്കിൽ. എന്നാൽ മാത്രമേ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടാകുള്ളൂ. സോ യു നീഡ് ടു ഇംപ്ലിമെന്റ് ദ ചേഞ്ച് ഇൻ 3 ways. You unlearn the first stage. You unlearn, you move yourself, and you relearn. എന്റെ ചെറിയ കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു. ഫിസിക്കൽ ട്രെയിനിങ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് അതിന്റെ ഉത്തരം ഞാൻ അത് ചാറ്റ് ബോക്സിൽ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചോദ്യം ഇതായിരുന്നു, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ്, നമ്മളിങ്ങനെ കുട്ടികളോട് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അങ്ങനെ ട്രിക്കി ക്വസ്റ്റ്യൻസ് എന്ന് വേണം പറയാം. എങ്ങനെയാണ് നിങ്ങൾ ഒരു ഒട്ടകത്തെ ഒരു 3 സ്റ്റെപ്പിൽ ഫ്രിഡ്ജിനുള്ളിൽ കയറ്റുക എന്ന ചോദ്യം, കുസൃതി ചോദ്യമാണ്. ഉത്തരം മനസ്സിൽ വെച്ചാൽ മതി, ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, ലോങ് ആൻസർ ആകും. ഉത്തരം കിട്ടുന്നുണ്ടോ എനിക്ക് അറിയാവോ? കുസൃതി ചോദ്യമാണ്, ഒരു കുട്ടിയോട് ചോദിച്ച ചോദ്യമാണ്. എങ്ങനെയാണ് ഒരു ഒട്ടകത്തെ 3 സ്റ്റെപ്പിൽ എങ്ങനെയാണ് ഫ്രിഡ്ജിന്റെ ഉള്ളിലേക്ക് കയറ്റുക? വലിയ ഫ്രിഡ്ജായിട്ടും ഊഹിക്കാം. മോളി റാഫി ഈസ് യെസ് സേയിങ് യെസ്. ഓക്കെ, 2 ഉത്തരം എനിക്ക് വന്നിട്ടുണ്ട്. യെസ് എന്ന് പറയുന്നവർക്ക് ഉത്തരം അറിയാം എന്നായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. അത് ചാറ്റ് ബോക്സിൽ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അടിക്കാതിരിക്കുന്നതായിരിക്കും. യെസ്, ഫ്രം ഡോക്ടർ അനിൽകുമാർ ഈസ് ഓൾസോ സേയിങ് യെസ്. ഓക്കെ, ഫ്രം മോട്ടി ടു ഓൾ ഈസ് ഓപ്പൺ, പുട്ട് ആൻഡ് ക്ലോസ്. എക്സാക്ട്ലി, നമ്മളും കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു ഉത്തരമാണത്. ഫ്രിഡ്ജ് തുറക്കുക, ഫ്രിഡ്ജോ അലമാരയാണെങ്കിൽ തുറക്കുക, നമ്മളെ ഈ കാമലിനെ, ഒട്ടകത്തെ അതിനുള്ളിലേക്ക് കയറ്റുക, ആൻഡ് ക്ലോസ് ദ ഡോർ എന്ന് ചോദിച്ചു. സോ ദിസ് ഈസ് ദ വേ. 3 സ്റ്റെപ്പിൽ നമ്മൾ ആ കുട്ടിക്ക് ഉത്തരം കൊടുത്തു, അതിനെ കയറ്റുന്നു, നമ്മൾ ഡോർ തുറക്കുന്നു, കയറ്റുന്നു, അടക്കുന്നു. അപ്പൊ കുട്ടി ചോദിച്ച അടുത്ത ചോദ്യം, നിങ്ങൾ ഇപ്പൊ ഉത്തരം അറിയുന്നവരാണെങ്കിൽ അടുത്ത ചോദ്യം സെക്കൻഡ് പറയും. ഹൗ ക്യാൻ യു ടേക്ക് എലിഫന്റ്? ഒരു എലിഫന്റിനെ എങ്ങനെയാണ് ഒരു 4 സ്റ്റെപ്പിൽ ഫ്രിഡ്ജിൽ കയറ്റുക എന്ന് ചോദിച്ചു. സോ ബെറ്റർ, ഐ ഹോപ്പ് യു പീപ്പിൾ നോ ദ ആൻസർ. ദോസ് ഹു സേ യെസ് said yes already. Exactly. 4 സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് കൂടി. You open the door, you take the camel out, you take the elephant into the cab, into the fridge, and you close the door. Very simple, very simple. So my connotation is, എന്റെ connotation ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചേഞ്ചസ്, ആ കുട്ടി എനിക്ക് പിന്നെ കൃത്യമായിട്ട് പറഞ്ഞു തന്നൊരു കാര്യം,
ഒരു പുതിയ വസ്തുവിനെ ആ ഫ്രിഡ്ജിനുള്ളിൽ അലമാരയിനുള്ളിൽ നിക്ഷേപിക്കണമെങ്കിൽ നിങ്ങൾ അലമാരയിൽ ഉള്ള ഒരു പഴയ വസ്തു എടുത്തിട്ട് പുറത്തേക്ക് കളയണമെന്ന് ആ കുട്ടി പറയാതെ പറഞ്ഞു എന്നോട്. സോ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ചേഞ്ച് ഓൾസോ, റൈറ്റ്? എന്റെ മനസ്സിൽ വളരെ ആരൂഢമായിട്ടുള്ള, ഞാൻ വിശ്വസിച്ചു പോകുന്ന, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്റെ മനസ്സിനുള്ളിടത്തോളം കാലം, അത് അവിടെ തന്നെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നിടത്തോളം കാലം, ഹൗ ക്യാൻ ഐ ടേക്ക് എ ന്യൂ ബിലീഫ് ഇൻ ടു മൈ ഹാർട്ട്? ഇറ്റ്സ് വെരി ക്ലിയർ. ഞാൻ നിലവിൽ വിശ്വസിക്കുന്ന, ഞാൻ നിലവിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട്, വളരെ സ്റ്റെബേൺ ആയിട്ട് അവിടെ കിടക്കുന്നിടത്തോളം കാലം ഞാൻ മാറണമെങ്കിൽ, എനിക്ക് പുതിയത് അവിടെ കൊണ്ടുവരണമെങ്കിൽ അത് ഞാൻ കളയണം. സോ ദിസ് ഈസ് ദ പ്രോസസ്. യു ബ്രേക്ക് ഓൾഡ്, യു മൂവ് ന്യൂ ടു ദാറ്റ് ആൻഡ് റീലേൺ, എസ്റ്റാബ്ലിഷ് ദാറ്റ്. സെയിം ആൻസർ, ഞാൻ സെയിം ക്വസ്റ്റ്യൻസ് ഞാൻ ചിലപ്പോൾ ചോദിക്കുന്നത് ഇതാണ്. ഒരു ബൗളിന്റെ ഷേപ്പിലുള്ള ഒരു ഐസ്, ബൗളിന്റെ ഷേപ്പിലുള്ള ഒരു ഐസ്, ആ ബൗളിന്റെ ഷേപ്പിലുള്ള ഐസ് ഒരു ടെസ്റ്റ് ട്യൂബിന്റെ ഷേപ്പിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബൗളിന്റെ ഷേപ്പിലുള്ള ഐസ് ക്യൂബിനെ നമ്മൾ ആദ്യം അൺഫ്രീസ് ചെയ്യും. അൺഫ്രീസ് ചെയ്തിട്ട് വെള്ളമാക്കും അതിനെ. എന്നിട്ട് ആ വെള്ളത്തിനെ നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് മൂവ് ചെയ്യും. സെക്കൻഡ് ആക്ടിവിറ്റി. ആൻഡ് തേർഡ് ആക്ടിവിറ്റി, ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ചിട്ടുള്ള, മൂവ് ചെയ്തിട്ടുള്ള വെള്ളത്തിനെ നമ്മൾ വീണ്ടും ഫ്രീസ് ചെയ്തിട്ട് ടെസ്റ്റ് ട്യൂബിന്റെ രൂപത്തിലേക്കാവും. ദിസ് ഈസ് അൺഫ്രീസിങ്, മൂവിങ് ആൻഡ് റീഫ്രീസിങ്. ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ചേഞ്ച് ഹാപ്പനിങ് ഇൻ അവർ മൈൻഡ്. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത്. യു അൺലേൺ, യു റീലേൺ. യു മൂവ്, യു അൺലേൺ, യു മൂവ് ആൻഡ് യു റീലേൺ. ഞാനിപ്പം ഫാസ്റ്റ് ആയിട്ട് പോകുന്നു. 4 ഒരു സ്റ്റേജിലൂടെ നമുക്ക് സാധാരണ നമ്മുടെ പ്രോസസ് നടക്കുന്നത്. ഒരു 4 സ്റ്റേജിലൂടെയാണ്. നമ്മുടെ ഈ 4 സ്റ്റേജിന്റെ ഒരു പേര് വേണമെങ്കിൽ വിളിക്കാം. ദിസ് ഇസ് ഡിനയൽ ഫസ്റ്റ്, ദെൻ യു റെസിസ്റ്റ്, ദെൻ യു എക്സ്പ്ലോർ, ദെൻ യു കമ്മിറ്റ്. ഒരു 4 സ്റ്റേജിലൂടെ നമ്മൾ ചേഞ്ചസിലേക്ക് പോകുന്നു. അതിന് 4 സ്റ്റേജിന്റെ പ്രത്യേകതകൾ ഞാൻ പെട്ടെന്നൊന്ന് കടന്നു പോകാം. ഡിനൈ അല്ലെങ്കിൽ ഇഗ്നോർ. ഏത് ചേഞ്ചിനെയും നമ്മൾ ആദ്യം കാണുമ്പോൾ നമ്മൾ ഡിനൈ ചെയ്യും, ഒരു സംശയമില്ല. ആ ഡിനൈ ചെയ്യുമ്പോൾ നമ്മൾ ഡിനൈ ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളും ഒരുപാട് ഫീച്ചേഴ്സും പറയും. നമ്മൾ പ്രധാനമായിട്ടും പറയുക ഹൗ ഗുഡ് തിങ്സ് വർ ഹിയർ ഇൻ ദ പാസ്റ്റ്. നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന ചില റെസ്പോൺസ് അതാണ്, നമ്മളിൽ നിന്നും ഉണ്ടാകുന്ന ചില പ്രതികരണങ്ങൾ അതാണ്. നമ്മളെ പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, വളരെ നന്നായിരുന്നു, ഇതൊന്നും വേണ്ട. They don't really mean it. അത് പറഞ്ഞവർ ഉദ്ദേശിച്ചത് ഇതൊന്നും ആയിരിക്കില്ല. ഇറ്റ് can't happen here. ഇതൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നംബ്നെസ്, ഒരു തരത്തിലുള്ള നിർവികാരത. എവറിത്തിങ് ആസ് യൂഷ്വൽ, എല്ലാം പതിവ് പോലെ നടക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡ്. അതിന്റെ ഇമ്പോർട്ടൻസ് മിനിമൈസ് ചെയ്യുക, മാക്സിമം മിനിമൈസ് ചെയ്യുക, ഏറ്റവും നന്നായിട്ട് കുറച്ച് കാണിക്കുക പുതിയതിന്റെ ഇമ്പോർട്ടൻസ്. റെഫ്യൂസിങ് ടു ഹിയർ ന്യൂ ഇൻഫർമേഷൻസ്, പുതിയ ഇൻഫർമേഷൻസ് കേൾക്കാൻ താല്പര്യമില്ലാതിരിക്കുക, ഒന്നും അറിയണ്ട. ഇതൊക്കെയാണ് ആദ്യത്തെ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്, നമ്മൾ അതിനെ വല്ലാതെ അങ്ങോട്ട് റെസിസ്റ്റ് ചെയ്യും, വല്ലാതെ അതിനോട് അങ്ങോട്ട് പ്രതിരോധിക്കുമ്പോൾ നമ്മൾ സാധാരണ കാണിക്കുന്നത് നമ്മൾക്ക് ഭയങ്കര ദേഷ്യം വരും, ആങ്കർ, ലോസ്, ഹേർട്ട്. മറ്റുള്ളവരെ അതിലൂടെ നമ്മൾ ഉപദ്രവിക്കാനും വേദനിപ്പിക്കാനൊക്കെ ശ്രമിക്കും. സ്റ്റബേർനെസ് കാണിക്കും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, ബ്ലെയിമിങ്. ആൻഡ് യു സ്റ്റാർട്ട് കംപ്ലൈൻ വിത്ത് പീപ്പിൾ പ്രോസസ്. ആളുകളുമായിട്ടും പ്രോസസ്സുമായിട്ട് നമ്മൾ കംപ്ലൈൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളത്. ATM ആദ്യകാലത്ത് വന്നിരിക്കുന്ന പോലെ നിരന്തരമായിട്ട് കംപ്ലൈന്റുകളാണ് അതിനെ കുറിച്ചിട്ട്, റൈറ്റ്? പടൻ, ഡിനൈ, ഇഗ്നോർ പാർട്ട് മീൻസ് നമ്മൾ ഒരു ചേഞ്ചിനെ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു പുതിയ ചേഞ്ചിനോട് നമ്മൾ കാണിക്കുന്ന റെസ്പോൺസിന്റെ ആദ്യത്തെ സ്റ്റേജാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഡിനയൽ ആണ്. തീർച്ചയായും അതിനെ നിരാകരിക്കുക എന്നുള്ളത്. ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ റെസിസ്റ്റൻസിലെ ഒരു സ്റ്റേജിലേക്കാണ് വരുന്നത്. മെജോറിറ്റി എല്ലാ ആളുകളിലും ഇതിന്റെ ഡിഗ്രി എന്നുള്ളത് സെയിം ആയിരിക്കണം എന്നില്ല. മേ ബി മേ ചേഞ്ച്. നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, കുറച്ച് പേര് റെഡി ടു ആക്സെപ്റ്റ് ചാലഞ്ചസ് എന്നാണ്. അവർ ഈ 4 സ്റ്റേജിലൂടെയും വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നവരാണ്. പക്ഷെ മറ്റു ചിലവർ ഈ 4 സ്റ്റേജിലൂടെയും വളരെ സ്ലോ ആയിട്ട് കടന്നു പോകുന്നവരാണ്. സ്ലോ ആയിട്ട് കടന്നു പോകുന്നവർ they will take more time to accept and accommodate the change. And if you are quick and if you are fast and if you go through these various stages very quickly and fastly, that means you are accepting and accommodating the change quickly. അതിന് രണ്ടാമത്തെ സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്, റെസിസ്റ്റ് ചെയ്യുന്നത്, കംപ്ലൈൻ ചെയ്യും നമ്മൾ നന്നായിട്ട്. ഗെറ്റിംഗ് സിക്ക്, ഇതൊന്നും ശരിയല്ല, ഇതെല്ലാം മോശമാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു സിക്നസിലേക്ക് പോകും. ആൻഡ് ഡൗട്ടിങ് യുവർ എബിലിറ്റി, ഇതൊന്നും എനിക്ക് ശരിയാവുമോ, ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള സ്റ്റേജിലേക്ക് നിങ്ങൾ പോകും. ഇതൊക്കെ എല്ലാ ഫീച്ചേഴ്സും എല്ലാവരും കാണുന്നില്ല, പക്ഷെ ചില ഫീച്ചേഴ്സ് എല്ലാവരും നന്നായിട്ട് കാണും. ആക്സെപ്റ്റ് ചെയ്യും. എനിക്കിപ്പോഴും നിങ്ങൾ നോക്കുക, ആനവാൽ മോതിരത്തിലെ
ആനവാൽ മോതിരം എന്ന സിനിമയിലെ ശ്രീനിവാസന്റെ കഥാപാത്രത്തെ നോക്കുക നിങ്ങൾ. ശ്രീനിവാസന്റെ കഥാപാത്രത്തിനെ ഒരു ഓപ്പറേഷൻ ഏൽപ്പിച്ചപ്പോൾ അയാൾ അതിന് കണ്ടുവച്ച ഒരു വഴി എന്ന് പറയുന്നത് സ്വന്തം കാല്, അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത്തരം ഒരു ചേഞ്ചസ് അയാൾക്ക് അത്രയും പേടിയാണ്. അയാൾ സ്വന്തം കാല് ഒരു വാഹനത്തിന്റെ ടയറിന്റെ അടിയിൽ വെച്ചിട്ട് സ്വയം പരിക്കേൽപ്പിക്കുകയാണ്. അപ്പൊ ഏത് എക്സ്ട്രീം വരെ ആളുകൾ പോകുമെന്നൊരു തയ്യാറാണ്. ആൻഡ് ദ തേർഡ് സിറ്റുവേഷൻ, മൂന്നാമത്തെ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യേണ്ടതാണ്, ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നു. ചില ഫീച്ചേഴ്സ് അതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് യു ആർ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു മീ, എനിക്ക് എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടാകാൻ പോകും നിങ്ങൾ പ്രഡിക്ട് ചെയ്യുന്നു, നിങ്ങൾ മനസ്സിലാക്കുന്നു. ആൻഡ് സീയിങ് ദ പോസിബിലിറ്റീസ്. ചിലപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കാൻ ചില കൺഫ്യൂഷൻസ് ചിലവിൽ ഉണ്ടാകാം, ചിലവിൽ വെച്ചൊരു ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒന്നൊന്നും മറ്റൊന്നിലേക്ക് മാറുന്ന ചില ഒരു ഘട്ടത്തിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ചിലവർക്ക് ഉണ്ടായിരിക്കാം. ചിലവർക്ക് നല്ല എനർജി തോന്നും ചില കേസുകളിൽ. ചിലവർ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കും, സ്വന്തം ഗോളുകൾ റീഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കും മാറ്റത്തിനനുസരിച്ചിട്ട്. ആൻഡ് സം പീപ്പിൾ സീ ദ റിസോഴ്സസ്, പുതിയ മാറ്റത്തിലേക്കുള്ള റിസോഴ്സസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ആൻഡ് സം പീപ്പിൾ എക്സ്പ്ലോർ ആൾട്ടർനേറ്റീവ്സ്, പുതിയ ആൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. ലേണിംഗ് ന്യൂ സ്കിൽസ് എന്ന് പറയും. ആദ്യം കോവിഡിന്റെ ലോക്ക്ഡൌണിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ബ്ലെയിം ചെയ്യുകയും റെസിസ്റ്റ് ചെയ്യുകയും ചെയ്ത നമ്മളൊക്കെ പലരും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പലരും ഏറ്റവും അവസാനത്തെ ഏപ്രിൽ അവസാനമൊക്കെ ആകുമ്പോൾ വീട്ടിൽ പോലും സമയമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ബിക്കോസ് വി എക്സ്പ്ലോർഡ് ആൾട്ടർനേറ്റീവ്സ്. ഓൺലൈൻ ക്ലാസ്സുകളും വീട്ടിലെ പ്രവർത്തനങ്ങളും കൃഷിയും ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടെത്തി. ഈ പുതിയ ചേഞ്ചിന് അനുസൃതമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, നമ്മൾ പുതിയ സ്കിൽ പഠിച്ചു. ഈ കഴിഞ്ഞ 2 മാസം നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏറ്റവും വൈഡായിട്ട് ഉപയോഗിച്ചു. വിവിധ ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ പഠിച്ചു. 3 എന്റെ മകൾക്ക് വേണ്ടിയിട്ട് കോവിഡ് ആക്ടിവിറ്റി, ലോക്ക്ഡൌൺ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഡിറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കാൻ പഠിച്ചു. പുതിയത് എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. മാർച്ച് 23 ഒരാഴ്ച ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ ഈ ഒരാഴ്ച എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ടെൻഷൻ അടിച്ചു. ബട്ട് നൗ ഐ സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ന്യൂ സ്കിൽ ആൻഡ് ആക്ടിവിറ്റീസ്. മൂന്നാമത് നമ്മൾ അതിലേക്ക് മുഴുവൻ സമയമായിട്ട് ആ ചേഞ്ചിലേക്ക് നമ്മൾ ഇറങ്ങാൻ തയ്യാറാവുന്നു. വേർ ഐ ആം ഹെഡഡ്, നമ്മൾ തന്നെ ഒരു പുതിയ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് മനസ്സിലാവുന്നു, തോന്നുന്നു. വി സ്റ്റാർട്ട് ഫോക്കസിങ്. ടീം ഈസ് ദ വിഷൻ കോപ്പറേഷൻ ബാലൻസ്. ഒരു ടീമിനെ വേണമെങ്കിൽ അങ്ങനെ നോക്കുന്ന രീതിയിൽ കാണാം. വ്യക്തികൾക്കുണ്ടാകാം. അതുപോലെ അത്തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ ചേഞ്ചസിലൂടെ കാണിക്കുന്നു. ഈ 4 സ്റ്റേജിലൂടെയാണ് നമ്മൾ സാധാരണ കടന്നു പോകുന്നത്. ഐ എം അബൌട്ട് ടു ക്ലോസ്. Progress is impossible without a change, and those who cannot change their minds cannot change anything. Progress എന്നുള്ളത് impossible ആണ്, ചേഞ്ചസ് ഇല്ലാതെ. അതുപോലെ സ്വന്തം മനസ്സിനെ പോലും മാറ്റാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് ഒന്നിനെയും മാറ്റാൻ പറ്റില്ല എന്ന് ജോർജ് ബെർണാർഡ് ഷോ പറയുന്നു. Just I reminded you, when you manage change, Sudhasi, time? Yes. ഹലോ സാറേ, 10 മിനിറ്റ് ലേറ്റ് ആയില്ലേ? നമുക്ക് ഒരു 10 മിനിറ്റ് കൂടെ പോവാലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ. സോ അങ്ങനെ നമ്മൾ ഒരു ടീം, നിങ്ങൾ ഏതെങ്കിലും ഒരു ടീമിൽ ഉണ്ടാവും, ഒരു പ്രൊഫഷണൽ ഉണ്ടാവും. തീർച്ചയായിട്ടും അത്തരം പ്രൊഫഷണൽ നമ്മൾ ഉണ്ടാകുമ്പോൾ, ഒരു ടീമിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ, സർ പ്ലീസ് ഷോ പ്രീവിയസ് സ്ലൈഡ്. Wait a bit. This is previous slide. Previous slide ചോദിച്ചു, ഞാനത് ഒന്ന് ടൈം എടുക്കുന്നു. Not this one, but the previous one. See, റെക്കോർഡർ ആണല്ലോ സുധാസ്ജി. റെക്കോർഡറാ. This is the previous slide. മനീഷേ, അപ്പൊ കുഴപ്പമില്ല. ഞാൻ പ്ലീസ് ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് അവൈലബിൾ ആണല്ലോ. അതെ, അത് ശരിയല്ല. ഓക്കെ, ക്ലാസ് മുന്നോട്ട് പോയിക്കോട്ടെ. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ. സോ വെൻ യു ആർ ഇൻ എ ഗ്രൂപ്പ്, നിങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽ ഉണ്ടാവും, ഏതെങ്കിലും ഒരു ടീമിന്റെ കൂടെ ആയിരിക്കും നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും റോള് നമുക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം, എനിക്ക് ഉറപ്പിക്കാം. എസ്പെഷ്യലി പോസിറ്റീവ് കമ്മ്യൂണിറ്റി പീപ്പിൾ ലൈക്ക്. സോ മാനേജിങ് ചേഞ്ചിൽ രണ്ട് സ്റ്റൈൽ ഞാൻ പറഞ്ഞ ഡൂസ് ആൻഡ് ഡോൺസ് ആണ്. വെൻ യു ആർ ഇൻ എ ഗ്രൂപ്പ്, ഒരു ടീമിന്റെ കൂടെ ആകുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒത്തിരി ഉണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു 3-4 കാര്യങ്ങൾ ഞാൻ ഡൂസിൽ പറഞ്ഞു പോകാം.
വൺ തിങ് ഈസ് ബി എ ഗുഡ് റോൾ മോഡൽ. ഒരു ടീമിന്റെ കൂടെ ആകുമ്പോൾ ഒരു റോൾ മോഡൽ ആകാൻ ശ്രമിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഐ ഡോണ്ട് നോ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്രത്തോളം പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് 100% റോൾ മോഡൽസിനെ കാണുക എന്നുള്ളത് വിഷമമായിരിക്കും, ഉണ്ടാകും. പക്ഷെ ഏതെങ്കിലും ചില കാര്യത്തിലേക്ക് നമുക്ക് റോൾ മോഡൽസ് ആവാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. സപ്പോസ് ഞാൻ പറയാം, കൃത്യസമയം പാലിക്കുന്നതിൽ എനിക്ക് അറിയുന്ന ഒരുപാട് റോൾ മോഡൽസ് ഉണ്ട്. എന്തെങ്കിലും 1-2 ഫീച്ചേഴ്സിൽ നമുക്ക് റോൾ മോഡൽ ആവാൻ പറ്റും. കീപ് യുവർ പീപ്പിൾ ഇൻഫോംഡ്. എന്റെ ചുറ്റുമുള്ള ആളുകളെ എപ്പോഴും ഇൻഫോംഡ് ആക്കിയിട്ട് അവരോട് ഷെയർ ചെയ്തിട്ട് വെക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ഡൂസ് പറയാനുള്ളത്. ബട്ട് ഇൻവോൾവ് എംപ്ലോയീസ് ഇൻ ദ പ്രോസസ്. നമ്മുടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ടീമിന്റെ ആളുകളുടെ ഓരോ ആളുകളെയും എല്ലാ പ്രോസസ്സിലും ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. ആൻഡ് ബി ഓണസ്റ്റ് അബൌട്ട് യുവർ ഓൺ കൺസേൺസ്. എന്റെ കൺസേൺസിനെ കുറിച്ചിട്ടും എന്റെ ചിന്താഗതിയെ കുറിച്ചിട്ടും ഓണസ്റ്റ് ആയിട്ട് പെരുമാറുക, ഓണസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുക, ആൻഡ് വർക്ക് കൺസിസ്റ്റന്റ്ലി ടു ബൂസ്റ്റ് മൊറൈൽ എന്നുള്ള ചില ഡൂസ് എനിക്ക് പറയാൻ പറ്റും. സമയം കുറവായതുകൊണ്ട് അല്പം ഞാൻ സ്പീഡ് ചെയ്യുന്നു. സം ഡോൺസ് ആർ ഓൾസോ ചില ഡോൺസ് നമ്മളൊരു ടീമിന്റെ കൂടെ ചേഞ്ചിനെ മാനേജ് ചെയ്യുമ്പോൾ ചില ഡോൺസ് കൂടി പറയാൻ പറ്റും. വൺ ഈസ് ഡോൺ നെഗ്ലക്ട് ദ നീഡ് ഫോർ ഇൻസ്പിരേഷൻ. ആളുകൾ എത്ര കൺവിൻസ്ഡ് ആയാലും മാറ്റം വേണമെന്ന് പറഞ്ഞാൽ അവർ മാറ്റം മാറാൻ തയ്യാറാവണമെന്നില്ല. ചിലപ്പോഴെങ്കിലും അവർക്ക് ഇൻസ്പിരേഷൻ വേണ്ടി വരും, മോട്ടിവേഷൻ വേണ്ടി വരും. സോ യു ട്രൈ ടു ആഡ് മോട്ടിവേഷൻ ടു ദാറ്റ്. ഡോണ്ട് ഡെലിഗേറ്റ് വർക്ക് ബട്ട് ഡെലിഗേറ്റ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ പലപ്പോഴും വർക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ട് മിണ്ടാതിരിക്കുന്ന ആളുകളാണ്. വർക്ക് ഡെലിഗേറ്റ് ചെയ്യുക മാത്രമല്ല, ഉത്തരവാദിത്വം കൂടി അവർക്ക് കൈമാറുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഡോണ്ട് ഇഗ്നോർ എംപ്ലോയീസ് കൺസേൺസ്. നമ്മുടെ കൺസേൺസ് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ടീമിന്റെ കൺസേൺസ് കൂടി നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് ഫൈനലി ഡോണ്ട് ലോസ് യുവർ സെൻസ് ഓഫ് ഹ്യൂമർ എന്നുള്ളത്. ചിലപ്പോഴെങ്കിലും നമ്മളെല്ലാം വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും നമുക്ക് നമ്മുടെ ആളുകളുടെ കൺസേൺസും ചില ഹ്യൂമർ കൂടി ആഡ് ചെയ്യേണ്ടി വരും എന്ന് ഓർമ്മിക്കുക. ഇത് ടീം വർക്കിനാണ് ഇമ്പോർട്ടൻസ് ഞാൻ ഈ പറഞ്ഞതിൽ, നോട്ട് ഇൻ യുവർ പേഴ്സണൽ ലൈഫ്. ഓക്കെ. ആൻഡ് ഫൈനലി മൂവിംഗ് ടു ദ ലാസ്റ്റ് 3 points. What can you deal with change? What can you do to deal with the change? ചേഞ്ച് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുന്നു. 1, accept that change is an attitude. ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആയിട്ട് എടുക്കേണ്ട. ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ്. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മാറുക എന്നുള്ളതും മാറ്റത്തെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ആറ്റിറ്റ്യൂഡ് ആണ് എന്ന് ഓർമ്മിക്കുക. ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ്. സോ വി നീഡ് ടു ചേഞ്ച് അവർ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ചേഞ്ച്. ചേഞ്ചിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നാം മാറ്റേണ്ടിയിരിക്കുന്നു. ചേഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡായിട്ട് നമുക്ക് എടുക്കാം. ആൻഡ് സെക്കൻഡ്, ക്രിയേറ്റ് എ പേഴ്സണൽ വിഷൻ. സ്വന്തമായിട്ട് കൃത്യമായിട്ട് ഭാവിയെ കുറിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ രീതിയിൽ നമ്മുടെ വേസ് പാത്ത് ഡൈവേർട്ട് ചെയ്യണമെന്നും കൃത്യമായിട്ട് നമുക്കൊരു ധാരണ, ഒരു വിഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് സെക്കൻഡ് തിങ്. ക്രിയേറ്റ് എ പേഴ്സണൽ വിഷൻ ഫോർ യു ആൻഡ് ഫോർ യുവർ ലൈഫ്, യുവർ പ്രൊഫഷൻ ആൻഡ് ഫോർ എവറിഥിങ് ടു വിച്ച് യു ആർ എ പാർട്ട്. Create a personal view. Focus on what you can do and not what you cannot do. എന്ത് ചെയ്യാൻ പറ്റും എന്നതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിലല്ല. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറഞ്ഞത്. സോ വി നീഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് യു ക്യാൻ ഡു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ക്രിയേറ്റ് എ വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ഡെവലപ്പ്. ലേൺ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു വില്ലിംഗ്നെസ്, മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയും. നമ്മളൊക്കെ ആവശ്യത്തിന് മാത്രം പഠിച്ചു വെക്കുന്നവരാണ്. ആവശ്യത്തിന് കൂടുതലായിട്ട് നമ്മൾ ഒന്നും പഠിച്ചു വെക്കുന്നില്ല. മലയാളികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാറുള്ളത് യുവർ ലേണിംഗ് പ്രോസസ് വിൽ എൻഡ് വൺസ് ടു ഗെറ്റ് എ ജോബ് എന്നവർ. ഒരു ജോലി കിട്ടിയാൽ പിന്നെ നമ്മുടെ ലേണിംഗ് പ്രോസസ് നടക്കുമെന്ന് മലയാളിയെ കുറിച്ചിട്ട് ഒരു പുസ്തകത്തിൽ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മൾക്കൊക്കെ ആവശ്യത്തിന് മാത്രം പഠിക്കുന്നവരാണ്. സോ ബട്ട് ദർ മസ്റ്റ് ബി എ വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ഡെവലപ്പ് കണ്ടിന്യൂസ്ലി ടു ദ എൻഡ് ഓഫ് യുവർ ലൈഫ് ആൻഡ് ലേൺ ടു ലവ് ആംബിഗ്യൂറ്റി. അനിശ്ചിതാവസ്ഥയെ കുറിച്ചിട്ടും നമ്മൾ പേടിക്കുന്നവരെ നമ്മൾ ആംബിഗ്യൂറ്റിയെ സ്നേഹിക്കാനും പഠിക്കുക എന്നുള്ളത്. കഴിഞ്ഞ വർഷം നമ്മളൊക്കെ ഒരു കറണ്ട് പോയാൽ, ലൈറ്റ് പോയാൽ പോലും അനിശ്ചിതാവസ്ഥയെ ടെൻഷൻ അടിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ലോകത്തിലുണ്ടെന്ന് നമ്മൾ ഓർക്കുമ്പോഴാണ് ആംബിഗ്യൂറ്റിയെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക. എറണാകുളത്ത് ഒരു 2 വർഷം മുന്നേ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ രാത്രി 12 മണിയാകുമ്പോഴാണ് എറണാകുളം സൗത്ത് സ്റ്റേഷൻ അടുത്തു നിന്നും എന്റെ താമസ സ്ഥലത്തേക്ക് സുഹൃത്തുക്കൾ ഒന്നിച്ചിട്ട് ടൗണിലൂടെ കാണുന്നത്. എറണാകുളം മാത്രമല്ല, എല്ലാ ടൗണുകളും നമുക്ക് കാണാൻ പറ്റും. പോകുമ്പോൾ വഴിയോരങ്ങളില് ബ്രിഡ്ജിന്റെ താഴെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്
കിടന്നുറങ്ങുന്ന ചെറിയ കൊച്ചുകുട്ടികൾ പോലെ എനിക്ക് കാണാൻ പറ്റും. അവരൊക്കെ ഏത് പ്രഭാതത്തിലേക്കാണ് എഴുന്നേൽക്കുന്നതെന്ന് അവർക്കറിയില്ല. എന്നിട്ടും അവർ സമാധാനത്തോടെ കിടക്കുന്നുണ്ടെങ്കിൽ. ആംബിഗ്വിറ്റി മീൻസ്, ആംബിഗ്വിറ്റി ഒരു അനിശ്ചിതാവസ്ഥയാണ്, അൺസർട്ടനിറ്റി, നോട്ട് ക്ലിയർ. നമുക്ക് നാളത്തെ കുറിച്ചിട്ട് എത്ര പ്രോഗ്രാം ചെയ്താലും കൃത്യമായിട്ട് പറയാനൊന്നും പറ്റില്ല. പക്ഷെ ആ പറയാൻ പറ്റാത്ത അവസ്ഥയെ കുറിച്ചിട്ട് നമുക്ക് അവയെ സ്നേഹിക്കാൻ പഠിക്കാം. ആരുടെ ലോകത്തിൽ ആരുടെ ജീവിതമാണ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് സംശയമാണ്. കുറെ നമുക്ക് പ്രോഗ്രാം ചെയ്യാമെങ്കിലും അവിടെയൊക്കെ ഒരു പെർസെൻറ്റേജ്, ഒരു ചെറിയ ലെവലിലെങ്കിലും നമുക്ക് ചില ആംബിഗ്വിറ്റീസ് കാണാൻ പറ്റും, അനിശ്ചിതാവസ്ഥ കാണാൻ പറ്റും. ആ അൺസർട്ടനിറ്റിയെ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. ആ അൺസർട്ടനിറ്റിയെ വല്ലാതെ അങ്ങ് പേടിച്ചു കളയുമ്പോഴാണ് നമ്മൾ ചേഞ്ചസിനെ റിജക്ട് ചെയ്യുന്നത്, ഡിലേ ചെയ്യാൻ തയ്യാറാവുന്നത്, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത്. സോ അത്തരത്തിലുള്ള ഒരു ആംബിഗ്വിറ്റിയെ നമുക്ക് സ്നേഹിക്കാൻ പഠിക്കാം. ആൻഡ് റിമെമ്പർ 2 instances taking from the business field. It is നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം, നോക്കിയ എന്നുള്ള ഒരു മൊബൈൽ കമ്പനിയുടെ അവസ്ഥയാണ്. മൈക്രോസോഫ്റ്റ് പിന്നെ ഏറ്റെടുത്തു പിന്നീട്. പക്ഷേ നോക്കിയയുടെ ഒരു ബ്രാൻഡും ഞാനൊക്കെ മനസ്സിലാക്കിയ കാലത്തും അറിഞ്ഞ കാലത്തും ആദ്യം ഉണ്ടായത് നോക്കിയ ആയിരുന്നു. നോക്കിയ എന്നുള്ള കമ്പനിയായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെട്ട ഒരു കമ്പനി. നോക്കിയ അന്ന് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം സാംസങ് കൊണ്ടുവന്നപ്പോൾ നോക്കിയ റിജക്റ്റ് ചെയ്തു. ബിക്കോസ് അവർക്ക് അവരുടെ കൺസിസ്റ്റൻസിയിലും അവരുടെ പെർഫോമൻസിലും അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു. ദേ സെറ്റ് ബ്ലൈൻഡ്ലി സോറി. ഓക്കെ, മോട്ടറോള ഞാൻ ഫസ്റ്റ് കമ്പനി എന്നല്ല ഉദ്ദേശിച്ചത്, വളരെ ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ കമ്പനി ആയിട്ടുള്ള നോക്കിയ. അത്രയും ഒരു ബിസിനസ് നെറ്റ്വർക്കും പോപ്പുലാരിറ്റിയും ഒക്കെയുള്ള നോക്കിയ സാംസങ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചപ്പോൾ അവർ പറഞ്ഞു, ആൻഡ്രോയിഡ് നമുക്ക് വേണ്ട, നമുക്ക് നമ്മുടേത് മതി, നമ്മൾ അത്രയും സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞു. ഗൂഗിളിനെ ഏറ്റെടുക്കാൻ യാഹു ആദ്യം വിസമ്മതിച്ചു. യാഹു പറഞ്ഞു വേണ്ട, നമ്മൾ മതി എന്ന് പറഞ്ഞു. ആൻഡ് ലേറ്റർ 2 lessons from that. പിന്നീട് ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം, മാർക്കറ്റ് വേൾഡ്. നോക്കിയ വീണ്ടും വന്നു, പക്ഷെ എങ്കിലും അപ്പോഴേക്കും എന്ത് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാം. ഗൂഗിൾ യാഹുവിനെ പിന്തള്ളിയിട്ട് ഗൂഗിൾ എവിടെ എത്തി നിൽക്കുന്നു എന്നും നമുക്കറിയാം. യു ട്രൈ ടു എംബ്രേസ് ചേഞ്ചസിനെ നമുക്ക് ഉൽഗാം ചിലപ്പോഴും. അൺസർട്ടനിറ്റിയെ ചിലപ്പോഴെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാം. ഇഫ് യു റെഫ്യൂസ് ടു ചേഞ്ച് വിത്ത് ടൈം യു മൈറ്റ് പെരിഷ്. നമ്മൾ അങ്ങനെ ഓടാൻ തയ്യാറല്ലെങ്കിൽ, നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ പെരിഷ് ചെയ്യപ്പെടും എന്ന് ഓർമ്മിക്കുക. മൈ ഡിയർ ഫ്രണ്ട്സ്, ദേ ഓൾവേസ് സേ ടൈം ചേഞ്ചസ് തിങ്സ്. സാധാരണ ആളുകൾ പറയാറ് ടൈം ആണ് കാര്യങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്നു എന്നാണ്. ബട്ട് remember, my dear friends, we have to change ourselves. They always say time changes things, but you actually have to change them yourself. നമ്മൾ സ്വമേധയ മാറാനും മാറ്റപ്പെടാനും തയ്യാറായി നിന്നു കൊടുക്കുമ്പോഴാണ് ചില ചേഞ്ചസും മാറ്റങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ മാറുമ്പോഴാണ് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് ഓർമ്മിക്കുക. സോ ഒരു സാഹിത്യകാരൻ എഴുതിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ശ്വസിക്കുന്നുണ്ട് എന്നത് മാത്രമല്ല ജീവിച്ചിരിക്കുന്നതിന്റെ ലക്ഷണം എന്ന് പറയാം. ശ്വസിക്കുന്നു എന്നുള്ളത് ജീവിച്ചിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമല്ല. നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ആക്ടിവിറ്റീസുമാണ് നാളെ എന്ത് തരത്തിൽ നമ്മൾ അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. അത് എവിടെയെങ്കിലും വളരെ കംഫർട്ടായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയോ ഒരു സ്ഥലത്ത് ചെയ്യുകയോ ചെയ്താൽ നമ്മൾ അറിയപ്പെടുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോൾ മാറുന്നുവോ, നമ്മൾ എപ്പോൾ ചേഞ്ചസിനെ എംബ്രേസ് ചെയ്യാൻ പുൽകാൻ നമ്മൾ തയ്യാറെടുക്കുന്നുവോ, അപ്പോഴാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ അറിയപ്പെടുക എന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് ഓർമ്മിക്കുക. ആ ഒരു മെസ്സേജാണ് എനിക്ക് ഈ ഒരു കോവിഡ് സമയത്ത് പറയാനുള്ളത്. ഒരു സ്റ്റബേൺ ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിന്റെ ഒരു കാര്യം പറഞ്ഞതുപോലെ, ഹോട്ടലുകളിൽ സാധാരണ ഒരു റോ സീറ്റ് ഒരു സപ്ലയർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇരിക്കുന്ന ഒരു റോയിലെ ഒരു വ്യക്തി ഒരു സപ്ലയറോട് ചോദിച്ചു, ഇപ്പോൾ സമയം എത്രയാണെന്ന് ചോദിച്ചു. ആ സപ്ലയർ മറുപടി പറഞ്ഞു, ദിസ് ഈസ് നോട്ട് മൈ ടേബിൾ എന്ന് പറഞ്ഞു. ഇത് എന്റെ ടേബിൾ അല്ല സർ, എന്റെ ടേബിൾ അപ്പുറത്തെ ടേബിൾ ആണ്. ഐ ആം സോറി, നിങ്ങൾ നിങ്ങളുടെ സപ്ലയറോട് ചോദിക്കൂ എന്ന് പറയുന്നു. അത് അതിശയോക്തി കലർന്ന ഒരു കഥയാണെങ്കിലും അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള, ഒട്ടും മാറാതെ ഒട്ടും ചേഞ്ച് ചെയ്യാൻ തയ്യാറാവാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നിരിക്കെ നമുക്കും ചില മാറ്റങ്ങളിലൂടെ അവർക്കൊരു മോഡൽസ് ആവാം.
അവർക്കൊരു മാതൃകയാവാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം എനിക്ക് തന്നിട്ടുള്ള പ്രിയപ്പെട്ട സുധാസ്ജിയോട് പോസിറ്റീവ് കമ്മ്യൂണിറ്റി ടീമിനോടും എൻ്റെ വളരെ സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സജിത് പലേരി സാർ. നമുക്കിപ്പോ മാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. മാറ്റം അതിൻ്റെതായ മാറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല ഒരു തോന്നൽ നമുക്ക് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. സാർ ഇത് പറഞ്ഞ ചാരു കസേരയുടെ കാര്യം പറഞ്ഞ സമയത്ത് ശരിക്കും ഓർമ്മ വന്നത് ആ എലിപ്പത്തായം എന്നുള്ള സിനിമയിലെ കരമന ജനാർദ്ദനൻ നായര് ചാരു കസേരയിൽ ചാരി ഇടുന്നു. ആ സമയത്ത് പശു വളപ്പ് കയറി പച്ചക്കറിയും ചെടികളും തിന്നുന്ന സമയത്ത് ആ എഴുന്നേറ്റ് പോകാൻ മടിയുള്ളത് കൊണ്ട് വെറും കൈ കൊണ്ട് ഷൂ എന്ന് വീശി കാണിക്കുന്ന ഒരു രംഗാന്ന് ഓർമ്മ വരുന്നത്. അതാണ് ശരിയായ കംഫർട്ട് സോണിന്റെ ഏറ്റവും നല്ല സാറ് പറയുമ്പോ ഓർമ്മ തോന്നിയാ അത് അല്ലേ സാറേ? ഹലോ, ബാക്കിയുള്ളവരൊന്നും അഭിപ്രായം പറയണേ, ഒന്ന് കൂടിച്ചിട്ടുണ്ടോ? സജിത് സർ. പറഞ്ഞോ ദീപ്തി മേഡം. സജിത് സാറ് കേൾക്കുന്നുണ്ടോ? സജിത് സാറേ ആയിട്ടില്ല. സജിത് സാർ ഔട്ടായി വരട്ടെ. നമ്മൾ ആഫ്റ്റർ ഈ ചർച്ച ഉണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞു. അല്ല, ഇത് നെറ്റിന്റെ പ്രോബ്ലം. ഓക്കെ ഓക്കെ. സാറിന്റെ ഫോണില് കേൾക്കുന്നുണ്ടോ? ദീപ്തി മേഡം പറയുന്നുണ്ട് നമ്മളെ. സജിത് സാറേ, എനിക്കറിയില്ല. അത് പറഞ്ഞില്ലേ, ഡോണ്ട് ഡെലിഗേറ്റ് വർക്ക്, ഡെലിഗേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞില്ലേ? ശരിക്ക് വർക്കും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യും. വർക്കും നമ്മൾ ഡെലിഗേറ്റ് ചെയ്യണ്ടേ? കേൾക്കുന്നുണ്ടോ? കേട്ടില്ലേ? പറഞ്ഞോളൂ. സാറ് പറഞ്ഞില്ലേ, ഡോണ്ട് ഡെലിഗേറ്റ് വർക്ക്, ഡെലിഗേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞില്ലേ? ഡോണ്ട് ഡെലിഗേറ്റ് വർക്ക് എന്ന് പറഞ്ഞത് അവിടെ കട്ട് ചെയ്ത് വായിക്കണ്ട. ഞാൻ അത് ഉദ്ദേശിക്കുന്നത് വർക്കിന്റെ കൂടെ റെസ്പോൺസിബിലിറ്റി കൂടി പോകുമെന്നാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ, നമ്മളിപ്പോ ചില വർക്ക് ചെയ്യിപ്പിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ആ രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആ രീതിയിലല്ല. ചിലപ്പോൾ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടായിരിക്കും. വെൻ യു ഡെലിഗേറ്റ് വർക്ക് യു ആഡ് എ റെസ്പോൺസിബിലിറ്റി. അതൊരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ കൂടിയാണ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആയിട്ട് വളരെ സയന്റിഫിക് ആയിട്ട് വായിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ വർക്ക് ഏൽപ്പിച്ചാൽ വർക്ക് ചെയ്യുക മാത്രമാണ് ഉത്തരവാദിത്വം എന്റെ ബോസിന് തന്നെയാണെന്ന രീതിയിലാണ് ആളുകൾ പെരുമാറുക. അത് നമുക്ക് മാറണം. എന്നെ ഒരു വർക്ക് മാഡം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ചെയ്യുക എന്നുള്ളതും ഉത്തരവാദിത്വം മാഡത്തിന്റെ അല്ല, ചെയ്യുക എന്നുള്ളതിന്റെയും ഉത്തരവാദിത്വം രണ്ടും എനിക്ക് വരുമ്പോഴാണ് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല റിയലി മോട്ടിവേറ്റിംഗ്. താങ്ക് യു. സജിത് സാറേ നമസ്കാരം. നമസ്കാരം. നമ്മൾ പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. സാറ് തൃക്കരിപ്പൂർ ചാപ്റ്റർ അല്ലേ സാർ? ഞാൻ തൃക്കരിപ്പൂർ ചാപ്റ്റർ. അതെ. പണ്ടൊരു പ്രോഗ്രാം കോപ്പൈലറ്റ് ചെയ്തിരുന്നു ഞാൻ അവിടെ. സാർ, ഞാൻ ഇന്നത്തെ സെഷനിൽ എനിക്ക് ഓർമ്മ വന്നത് ഒരിക്കൽ അൺലോക്കിംഗ് അൺസർട്ടനിറ്റീസ് എന്നുള്ളൊരു പ്രോഗ്രാം JC സെനറ്റർ സുനിൽകുമാർ സർ ചെയ്തിരുന്നു. അത് ഏകദേശം ഒരു 13 വർഷം മുമ്പേ കണ്ണൂർ വെച്ചായിരുന്നു. വാമൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞ വലിയൊരു പോയിന്റ് ആയിരുന്നു. ഞാൻ പറയുന്ന ഒരു 10 years back what was his vision. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു വാട്ട് ആർ ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ കമ്മിങ് ഇയേഴ്സ്. അതില് ഒരു കാര്യം സാറ് പറഞ്ഞ അൺലോക്കിംഗ് അസോസിയേഷൻ എത്രത്തോളം നമുക്ക് ചേഞ്ച് മാനേജ്മെന്റിനെ സഹായിക്കുന്നുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അസോസിയേഷൻ ഇപ്പൊ ഉദാഹരണത്തിന് PC ഒരു അസോസിയേഷൻ ആണ്, ഫോറിൻ ക്ലബ് അസോസിയേഷൻ. ഈ അസോസിയേഷൻസ് ഒരു മനുഷ്യനെ മാറ്റുന്നതിൽ കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. സാർ ഇതൊരു ഷെയർ ചെയ്താണോ അല്ലെ എന്റെ ഒരു അഭിപ്രായം ചോദിച്ചാണോ? സാർ അഭിപ്രായമാണ്. Okay, sure. Association with the people or association with others, right? അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? അതെ, തീർച്ചയായിട്ടും അതാണ് ഉദ്ദേശിച്ചത്. ഷുവർലി എക്സാക്ട്ലി. ഞാൻ അതിന് നമ്മളിപ്പോൾ ഒരു ഷോർട്ട് സെഷൻ ആണ്. നമുക്ക് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസോ ചോദിക്കാനൊന്നും സമയമില്ല. ഞാൻ അതുകൊണ്ട് വളരെ കൺഫൈൻ ചെയ്തിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. പിന്നെ ഇതിന്റെ ഒരു സയന്റിഫിക് ഏരിയയിലേക്ക് ഞാൻ പോയിട്ടില്ല ശരിക്കും. അതൊന്നും എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ അത്രമാത്രം ആളല്ല. എങ്കിലും ഞാൻ പറയുന്നത് നമ്മൾ പറയാറുണ്ട്, സി യു നീഡ് നോട്ട് ഓൺ എ പെർഫ്യൂം
ടു എൻജോയ് ദ ഫ്രാഗ്രൻസ് എന്ന് പറയാറുണ്ട്. സാർ അത് കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ? തീർച്ചയായും. നമ്മൾ ഒരു പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ്, സുഗന്ധം പിന്നെ ആസ്വദിക്കാൻ അത് ഓൺ ചെയ്യണമെന്നില്ല. യു ജസ്റ്റ് ജോയിൻ വിത്ത് എ പേഴ്സൺ ഹു സെൽ പെർഫ്യൂം. എന്റെ കൂട്ടുകാരൻ പെർഫ്യൂം വിൽക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അവന്റെ കൂടെ പോയി നിന്നാൽ മതി. അതൊരിക്കലും സ്വന്തം വില കൊടുത്ത് വാങ്ങിക്കണം എന്നില്ല. സാർ പറഞ്ഞതിന്റെ ഒരു എക്സാക്ട് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അസോസിയേഷൻ, ഹൗ അസോസിയേഷൻ ക്യാൻ ചേഞ്ച് പീപ്പിൾ, ലീഡ് ടു ചേഞ്ച് എന്നുള്ളതാണ്. നമ്മള് സാർ, എന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും മരിച്ചുപോയി. പക്ഷെ അമ്മ ഒരുപാട് പഴയ കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അമ്മ എന്നോട് എപ്പോഴും കൂടുതൽ പറയുന്നത് സംസർഗത ദോഷ ഗുണാൽഭവം എന്ന് പറയാം. സംസർഗം കൊണ്ടാണ് ദോഷവും ഗുണവും ഉണ്ടാവുക എന്ന് പറയാനുണ്ട്. ദിസ് ഈസ് അസോസിയേഷൻ. അതിനും നല്ലൊരു എക്സ്പ്ലനേഷൻ എന്റെ അമ്മയെ കോട്ട് ചെയ്തിട്ട് എനിക്ക് പറയാൻ. അത്രേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞ ഇത്രയും പോസിറ്റീവ് കമ്മ്യൂണിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വാക്ക്, സുഭാഷ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർമ്മിക്കുന്നു. പോസിറ്റീവ് കമ്മ്യൂണിൽ എല്ലാവരും ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ടീമിന്റെ അസോസിയേഷനാണ്. ഞാൻ ബിലോങ് ചെയ്തിട്ടുള്ള JC എന്നുള്ള വലിയ ഓർഗനൈസേഷനുമായിട്ട് ബിലോങ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ട്. ദാറ്റ് ഐ വോണ്ട് ഗ്യാദർ ഫ്രം ഫ്രണ്ട്സ് ഫ്രം മൈ വില്ലേജ്. ഒരിക്കലും കിട്ടില്ല എന്നല്ല, അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അത് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുന്നു. അപ്പൊ സാറ് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും. എനിക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത് സാറേ, പിന്നെ അതായത് ഇപ്പം ദീപ്തി മാഡം ചോദിച്ചതിനോട് ഒരു ഇത് ചെയ്ത് ചേർന്ന് നിന്ന് കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ സാറ് പറഞ്ഞിരുന്നു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ചെയ്യണം എന്നുള്ള ഒരു ഇത് പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ കുറെ കാലമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇൻസ്പിറേഷനും മോട്ടിവേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളത് കറക്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ എന്നുള്ളത് അതിന് കൃത്യമായിട്ട് ഒരു വേർഡ് ഡിഫറൻസ് പറയാൻ ഞാൻ അങ്ങനെ രണ്ടും രണ്ടായിട്ട് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. ഒരു ലിംഗ്വിസ്റ്റിക് ഏരിയയിലേക്ക് പോകാൻ ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറ്റില്ല. പക്ഷെ ഞാനത് എടുക്കുന്നത് ഒരു സിനോണിമസ് ആയിട്ടാണ്, ഇൻസ്പിറേഷനും മോട്ടിവേഷനും എടുക്കുന്നത്. ഞാൻ ഇവിടെ അത് പറയുന്ന ഒരു കാരണം ഇതായിരുന്നു. നമ്മൾക്ക് പിന്നെ വാമൻജി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. പോസിറ്റീവ് കമ്മ്യൂണിറ്റി ആണെങ്കിലും സുധാസി പറഞ്ഞു എന്നോട്, എല്ലാം JC-കാരെ അറിയുന്നവരാണെന്ന്. അതുകൊണ്ട് വാമൻജി പറയുന്ന ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എന്നാണ്. ദിസ് ഇസ് ഇൻസ്പിറേഷൻ, ദിസ് ഇസ് മോട്ടിവേഷൻ. ഞാൻ രണ്ടും വേർഡ് ഡിഫറൻസ് ഞാൻ പറഞ്ഞില്ല. അതിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു ചോദ്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. ദിസ് ഈസ് വാട്ട് ഐ മെന്റ് വിത്ത് ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഹലോ സാർ, ഞാൻ നാസർ അലിക്കൽ. സാർ, എന്റെ ചെറിയൊരു സംശയം. നമ്മളിപ്പോ സാർ പറഞ്ഞല്ലോ വൈ ചേഞ്ച്. അപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നത് ഫോർ ബെറ്റർമെന്റ് ആൻഡ് പിന്നെ എന്താ പറയാ ഇംപ്രൂവ്മെന്റ് എന്ന് തന്നെയാണ് നമ്മൾ സാധാരണ എല്ലാ ട്രെയിനേഴ്സും അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേൾക്കാറ്. അത് അതിനോട് ആഡ് ചെയ്ത് നമുക്ക് ടു അക്വയർ ന്യൂ കംഫർട്ട് സോൺ എന്ന് ചേർത്തുകൂടെ? ടു അക്വയർ ന്യൂ കംഫർട്ട് സോൺ. ഓക്കെ, പക്ഷെ ആ ന്യൂ കംഫർട്ട് സോൺ എന്നുള്ളത് നമ്മൾ പറയാം, നമ്മുടെ പ്രസന്റ് സ്റ്റാറ്റസ് കോയിൽ നിങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾക്ക് ഒരു വേറൊരു കംഫർട്ട് സോണിനെ പറ്റി നമ്മൾ ചിന്തിക്കില്ല. എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ്. ഇനിയിപ്പോ ഞാൻ എന്റെ ജോബ് എന്ന് പറയുന്നത് ഒരു 100 കിലോമീറ്റേഴ്സ് അവേ ഫ്രം മൈ നേറ്റീവ്. ഞാൻ വളരെ അവിടെ കംഫർട്ടബിൾ ആണ്. പക്ഷെ എങ്കിലും എനിക്ക് എന്റെ വീടിനടുത്തൊരു കോളേജിൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുന്നത് കംഫർട്ട്സ് ആണ്. പക്ഷെ അത് ഒരു ചലഞ്ചിങ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതേ സമയത്ത് ഞാൻ നേരത്തെ ഇതിന്റെ ഇടയിൽ തന്നെ ഒന്ന് പറഞ്ഞത്, പിന്നെ സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ആ പ്രോസസ് ഉണ്ടല്ലോ സാർ, പുതിയൊരു കംഫർട്ട് സോണിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന പ്രോസസ് ഉണ്ടല്ലോ. ഐ ഹോപ്പ് മൈ മെസ്സേജ് ഇസ് ക്ലിയർ. ആ പ്രോസസ് ചലഞ്ചിങ് ആയിരിക്കും. സാർ, എനിക്കിപ്പോ പ്രിൻസിപ്പൾ ആയിട്ട് സ്ഥാനക്കയറ്റം വേണമെങ്കിൽ ഞാൻ ഒരു 3 ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നു. റൈറ്റ്? So getting promoted to the post of a principal, and once I became a principal, that's comfort. Okay, I feel satisfied. But the process of moving to that comfort zone is challenging. Okay, right. അല്ല സാർ, അങ്ങനെയല്ലേ പറയുക? ഒരു നാളെ രാവിലെ നമ്മൾ അവിടെ എത്തില്ലല്ലോ. തീർച്ചയായില്ല. ആ പ്രോസസ് ചാലഞ്ചിങ് ആണ്. അപ്പൊ ആ ചാലഞ്ച് ആക്സെപ്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി വാട്ട് യു സെഡ് ഇറ്റ് ഈസ് കറക്റ്റ്. യു വിൽ മൂവ് ടു ദാറ്റ് ന്യൂ കംഫർട്ട് സോൺ.
ഓക്കെ. ആൻഡ് അവിടെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, വീണ്ടും നെക്സ്റ്റ് കംഫർട്ട് സോൺ പോകണമെങ്കിൽ സ്റ്റിൽ ഡെഫിനറ്റ്ലി യു വിൽ സെർച്ച് ഫോർ ന്യൂ ചാലഞ്ചസ്. ദിസ് ഈസ് ഗ്രോത്ത് ആൻഡ് അൾട്ടിമേറ്റ്ലി യു മൂവ് ടു ദ ഗ്രേറ്റ് പേഴ്സൺ, സക്സസ്ഫുൾ. ഓക്കെ. ഹലോ സർ. ഹലോ സർ. താങ്ക് യു. ഹലോ ഹലോ സർ, ആമ ഒടിവിള്ള സർ, ഒടിവിള്ളേ? ഹലോ സാറേ, സാർ ആ ബാഡ് സാർ ക്ലാസ് സൂപ്പർ ആയിരുന്നു, വളരെ ഇഷ്ടം. പക്ഷെ അത് ബാഡ് ചേഞ്ച് സാർ പറഞ്ഞില്ലേ? അപ്പൊ അതില് സാർ 4 ഓപ്ഷൻ പറഞ്ഞു. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്, പിയർ പ്രഷർ. സാറ് ജനറൽ റീസൺസ് 4 പറഞ്ഞില്ലേ? ഓക്കെ. അതായത് നമ്മള് ബാഡ് ചേഞ്ച്, ഓക്കെ, നമ്മള് ചേഞ്ചിനുള്ള ബാരിയേഴ്സ്. അത് സാർ 4 പറഞ്ഞത്. ഫിക്സഡ് മൈൻഡ് സെറ്റ്, ഫിയർ, സർപ്രൈസ്, പിയർ പ്രഷർ അല്ലെ? അപ്പൊ അതിൽ സർപ്രൈസ് എങ്ങനെ സാർ ബാഡ് ആവുക? സർപ്രൈസ് എന്നുള്ളത് എങ്ങനെ ബാഡ് ആവുക? സർപ്രൈസ് എപ്പോഴും നമുക്ക് ഹാപ്പിനെസ് തരുന്ന സംഭവമല്ലേ, അതെങ്ങനെ ബാഡ് ആവുക? സർപ്രൈസ് എന്നുള്ളത് അൺസർട്ടനിറ്റി ആണ്. നമ്മൾ ഒരു സർപ്രൈസ് ഇൻഫർമേഷൻസ് എപ്പോഴും നമുക്ക്, ഞാൻ ആ സമയത്ത് പറഞ്ഞ സമയത്ത് ഞാൻ സാറിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് ഒരു പിറന്നാളിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഹാപ്പിയാണ്. സർപ്രൈസ് എപ്പോഴും ഹാപ്പി അല്ലേ? സർപ്രൈസ് ബാഡ് ആവുക എപ്പോഴും നമ്മുടെ റിസൾട്ടിലുള്ള സർപ്രൈസാണ് ഞാൻ പറഞ്ഞത്. റിസൾട്ട് എന്നുള്ള സർപ്രൈസ്, ഇത് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അത് ചെറിയൊരു കണക്ഷൻ ഉള്ളത് അൺസർട്ടനിറ്റി ആയിട്ടാണ്. ആ ഫിയർ എന്നുള്ള ഒരു രണ്ടാമത്തെ പോയിന്റ് ഞാൻ കൊടുത്തിരുന്നു. ഫിയർ എന്നുള്ള രണ്ടാമത്തെ പോയിന്റ് അതുമായിട്ട് കണക്റ്റഡ് ആണ്. എന്നാൽ ഫിയർ എന്നുള്ളത് വരുന്നത് ഈ സർപ്രൈസ് അൺസർട്ടനിറ്റിയിൽ നിന്നാണ്. ഒരു എലമെന്റ് ഓഫ് സർപ്രൈസ് ആണ് അവിടെ, എലമെന്റ് ഓഫ് സർപ്രൈസ്. സാറ് അത് ഒരു പോസിറ്റീവ് സെൻസ്, നിങ്ങൾ പോസിറ്റീവ് കമ്മ്യൂൺ ആയതുകൊണ്ട് ആണോന്ന് അറിയില്ല, പോസിറ്റീവ് സെൻസിൽ എടുക്കുമ്പോഴാണ് നമ്മൾക്ക് അതൊരു ഹാപ്പിനെസ് എന്ന് പറയാൻ പറ്റുക. പക്ഷെ സർപ്രൈസ് എന്നുള്ളത് എപ്പോഴും ഹാപ്പി ആവണമെന്നില്ല. എനിക്ക് ഒരു ഇലക്ഷൻ ഡ്യൂട്ടി കിട്ടുന്നത് കാസർഗോഡ് എൻഡിലുള്ള മഞ്ചേശ്വരം വളരെ ഒരു പിന്നെന്താണ് ഇന്റീരിയർ ഏരിയയിലാണെങ്കിൽ അവിടെ ഫിയർ ഉണ്ടാകുന്നതും അൺസർട്ടനിറ്റി ഉണ്ടാകുന്നതും സർപ്രൈസ് എലമെന്റ് ഉണ്ടാകുന്നതും ഒരു ടെൻഷൻ തന്നെയാണ്. അതിന്റെ ഔട്ട്പുട്ട് സർ ഒന്നുകൂടി ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഔട്ട്പുട്ട് കൃത്യമായിട്ട് നമ്മൾക്ക് അറിയാമെങ്കിൽ നമ്മൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ അറിയാത്തത് കൊണ്ടാണ് നമ്മൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഹലോ, വൺ മോർ. ഹലോ, സാറ് നമ്മൾ ഇംപ്ലിമെന്റിങ് ചേഞ്ച് അതിൽ സാർ സ്റ്റേഴ്സ് അതില് അണ്ടർ സ്റ്റേജ്, മൂവിംഗ് സ്റ്റേജ്, ബ്രേക്ക് ഓൾഡ് ഹാബിറ്റ്സ്, എസ്റ്റാബ്ലിഷ് ചെയ്യും, ഗോ ഓൺ ഡൂയിങ് ഇറ്റ്. അതല്ല സാർ ഉദ്ദേശിച്ച സ്റ്റേജ്? അതൊരു വർക്കിംഗ് പ്രോസസ്. അതിന്റെ ഒരു വർക്കിംഗ് പ്രോസസ് അല്ലേ? വർക്കിംഗ് പ്രോസസ്. ഹലോ, അതൊരു പ്രോസസ് അല്ലേ സാർ? അല്ലേ, ഒരു പ്രോസസ് ആണ്. പക്ഷെ തേർഡ് പ്രോസസ് അല്ല സാർ. ആ തേർഡ് പ്രോസസ് നമ്മൾ ആ മൂന്നാമത്തെ പ്രോസസ് കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ ചേഞ്ച് കൺസിസ്റ്റന്റ് ആവില്ല. അതായത് ഓൾഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യുന്നു, ന്യൂ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ പുതിയ ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ ഫ്രീസ് ചെയ്യുന്നു. പുതിയ ബിഹേവിയർ നമ്മൾ ചെയ്യുന്നു. ഓക്കെ. വേറെ ആരെങ്കിലും? ഹലോ സജിത് സാർ, നമസ്കാരം. ഗോപാലകൃഷ്ണൻ സാർ. ഞാൻ നല്ല എഫക്റ്റീവ് ആയ ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാ പോയിന്റ്സും കറക്റ്റ് മനസ്സിലായിരുന്നു. ഞാൻ പറയുന്നത് സാർ, കാലഘട്ടത്തിന് ആവശ്യമായ ഒരു സബ്ജക്റ്റിലൂടെ സാർ വന്നത്. അതായത് ണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള ഏതൊരാളും ഫുള്ളായിട്ട് കേൾക്കേണ്ട ഒരു ക്ലാസ് ആണ് ഇത്. ബ്യൂട്ടിഫുൾ സാർ. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് സാർ, വളരെ ഗൗരവപരമായ ഒരു സബ്ജക്റ്റ് ആയത്. വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ടത് ഒരു സബ്ജക്ട്. ആ സബ്ജക്റ്റിന്റെ ഗൗരവം തീരെ ചോർന്നു പോകാതെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സാർ അവതരിപ്പിച്ചു. അതാണ് സാറിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. സബ്ജക്റ്റാണ്, അതിന്റെ ഗൗരവം തീരെ ചോർന്നു പോകാതെ സാർ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു. ബ്യൂട്ടിഫുൾ സാർ. താങ്ക് യു. Oh, most welcome. Thank you. Sir, the session was very interesting. Thank you. Okay. ഇന്ന് മുന്നേ ആരും ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. അതായത് നമ്മളെ കംഫർട്ട് സോണിനെ കുറിച്ച് ഒരു
ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ ടീച്ചറിൽ നിന്ന് പ്രിൻസിപ്പൽ ആവുമ്പോൾ വി ഗെറ്റ് കംഫർട്ടബിൾ ദെയർ. Can I, with your permission, may I add a point? Oh, sure. Why not? നമ്മള് രവീന്ദ്രൻ സാറിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, ഫ്ലോ പറഞ്ഞിട്ട്. ആ ഫ്ലോയിൽ ഒരു ചാർട്ട് പോലെ സാർ വരച്ചിരുന്നു. ഫ്ലോ ഇസ് ബേസ്ഡ് ഓൺ എ ബുക്ക് ബൈ ദ നെയിം ഫ്ലോ. ആ ചാർട്ടില് റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജിനെ കുറിച്ച് രവീന്ദ്രൻ സാർ എക്സ്പ്ലെയിൻ ചെയ്തു. ആ റിലാക്സേഷൻ ആണ് നമ്മുടെ ഈ പോയിന്റ് ഓഫ് ഈ കംഫർട്ട് സോൺ. ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മള് റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരിക്കാണ്ട് സാറ് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മൾ നമ്മുടെ ആ സിറ്റുവേഷനിലെ പുതിയ സിറ്റുവേഷനിലെ നമ്മുടെ ചാലഞ്ചസിനെ പുതിയ ചാലഞ്ചസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫ്രം റിലാക്സേഷൻ ബോർഡം പോവാണ്ട് നേരെ പല സ്റ്റെപ്സ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നമ്മൾ നേരെ അറൗസലിൽ പോയി ആദ്യം നമ്മുടെ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വി സ്റ്റേ in a constant state of change when we like how you said, sir, Sajid sir, when we don't get comfortable, but when we, instead of taking the luxury in the comfort zone, nammal avade relax cheyand nammade sondam challenges ne increase ചെയ്ത് നമ്മൾ arousal stage ilku തിരിച്ചു പോകുമ്പോൾ our we will be able to continuously change and hence grow. ഇത് ഞാൻ മുന്നേ ഒരു സെഷനെ ഞാൻ ലിങ്ക് ചെയ്ത് സംസാരിക്കുകയാണ്. ബാക്കി പാർട്ടിസിപ്പൻസ് എല്ലാവരും ആ സെഷനിലുള്ള കാരണം കൊണ്ട് ഐ എം ഷുവർ ദേ ഓൾ ഐ ഹോപ്പ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. I just wanted to add to your point. Sure, thank you. Thank you. The session was very interesting. Thank you very much. Well thought out. Sure. And very good flow. Thank you very much. Thank you, sir. മിസ് അത് ഒരു അതിൽ ആഡ് ചെയ്യുന്നല്ല എങ്കിലും ഒരു കാര്യം അതിൽ പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞതിനോട് കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ പറയാം, കണ്ടിന്യൂസ് ക്വസ്റ്റ്യനിങ് ഓഫ് അവർ സെൽഫ്. നിരന്തരമായിട്ട് എന്നെ തന്നെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ നിരന്തരമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിന്നാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ള മോട്ടിവേഷൻ നമ്മൾ കിട്ടുന്നത്. See that. Don't wait for someone else to question you, your present status. You question yourself. Oh, that's an excellent point of view. Continuously question your status quo. Yeah, continuously. And once you start feeling comfortable, that means your growth is finished. Once you think that you are comfortable, okay, I am comfortable for the lifetime, see, your growth is finished. And if you feel that no, it is not, I want to improve. If there's a feeling and you are not satisfied with yourself, that question you are not getting answer to yourself, definitely you grow further and your journey continues. Sai sir, ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ലീന മാഡം, I also to add one point. Your question is excellent, both of you. See, ഈ ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ് he is happy with that extreme happiness ആണ് എന്റെ കംഫർട്ട് സോൺ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, if he has no why part to grow, അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ സാറ് പറഞ്ഞ രണ്ടും കൂടി ലിങ്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും, when a crisis comes to face, just like what corona, he will be more troubled to face the challenges. ഒരു ചേഞ്ച് മാനേജ്മെന്റിന്റെ പ്രോസസ്സിൽ ഇല്ലാത്ത ഒരാൾക്ക് ഒരു പെർട്ടിക്കുലർ സ്റ്റെബിലിറ്റിയിൽ നിൽക്കുന്ന അയാളാണ് കംഫർട്ട് സോൺ എന്ന് വിചാരിച്ച് അവിടെ നിന്നാൽ, ആഫ്റ്റർ എ ക്രൈസിസ് കംസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു ചേഞ്ച്. എനിക്ക് തോന്നിയത് സർ, ഈ കൊറോണയിൽ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് ഇൻഡസ്ട്രിയിൽ വന്ന ട്രെയിനേഴ്സ് ആ ഒരു ചേഞ്ച് മാനേജ്മെന്റിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം കുറെ മാറ്റങ്ങൾക്ക് വന്നത്. ഞാനൊരു ആഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ്. സാറിന്റെ പാട്ടൊന്ന് കേട്ടാ കൊള്ളാണല്ലോ സാർ. സാറൊന്ന് പാടൂ സാർ. സാറൊരു പാട്ട് പാടിക്കോ സാറേ. ഒരു കുട്ടിന്റെ അടുത്ത് തേങ്ങ ആയിക്കോട്ടെ ചർച്ചയിലടക്ക്. സാറിന്റെ സംഗീതം ഒന്ന് കേൾക്കട്ടെ, പാട്ട്. ഞാൻ അങ്ങനെ ഒരു പാട്ടുകാരനൊന്നും അല്ല, പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ചേഞ്ച് ചെയ്തതാണ്. താങ്ക് യു സാർ. സർ, ഈ സെഷന്റെ പേരിനെ പാൽപ്പായസം എന്നാണ്. ഞങ്ങൾ ഇതാണ് ഞങ്ങളെ ഫണ്ടമെന്റൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, അങ്ങനെ പാട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 വരികൾ പാടാം. കവിതയായാലോ പാട്ടായാലോ, പ്ലീസ്. ഓക്കെ സർ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി മണക്കുന്നതെങ്ങു വേറെ. ജീവനുരുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയിച്ച പുഴയെങ്ങു വേറെ.
കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്ങുവേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും, ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും, കനവിലൊരു കല്ലു കനിമധുരമാകുമ്പോഴും, കാലമടരുമ്പോഴും, നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുക്കിയിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊടുത്തിരിക്കുന്നു. നിന്നിലഭയം തിരഞ്ഞു പോകുന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുള്ള ഒരു 4 പേര് മാത്രം പാടി. ഇരുളിൻ മഹാനിദ്രയിൽ. മലയാളം പാട്ട്, പഴയ പാട്ട് വരട്ടെ, പഴയ നല്ല പ്രേമഗാനം വരട്ടെ. വെരി ഗുഡ്. സുധാസേട്ട് എപ്പോഴും റൊമാൻറ്റിക്കാ. ഞാൻ ഉപ്പ് റൊമാൻറ്റിക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖമുഖിലിനോടെന്തു ചൊല്ലി അറിയുമോ? പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖമുഖിലിനോടെന്തു ചൊല്ലി അറിയുമോ? നീലരാവിൻ മണിയറ സഖികളായി താരവൃന്ദമാകവേ നനഞ്ഞരാവിൻ ലയലഹരി മറന്നുവോ? ലയലഹരി മറന്നുവോ? പുലരി നിൻമുഖം തൊടുത്തൊടുത്തതെന്തിനോ? ഈ പുഴയും സന്ധ്യകളും നീലമുകിലരുകളും ഓർമ്മകളിൽ പീലി നീർത്തി ഓടിയെത്തുന്നു. പ്രണയിനി നിൻ സ്മൃതികൾ പുഴയും സന്ധ്യകളും. സാറേ സാർ നേരത്തെ ചോദിച്ചല്ലോ ഇൻസ്പിറേഷനും മോട്ടിവേഷനും എന്താണെന്ന്. സുധാ സാർ മോട്ടിവേറ്റ് ചെയ്തു, സാർ അത് ഫുള്ള് ഇൻസ്പയർ ഉള്ളിൽ നിന്നും തന്നെ ഒഴുകി വന്നു. അതാണ് സംഭവം. താങ്ക് യു ഫോർ ബോത്ത്. ഇനി നിങ്ങളൊരു സംഭവം തന്നെ. വ്യത്യാസം മനസ്സിലാക്കി പ്രാക്ടിക്കലായിട്ട്. സൈസർ അതിനിടയിൽ ഒരു കാര്യം, ഈ സാറ് ട്രംപിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ട്രംപിനെ കുറിച്ച് പറയുമ്പോ തൊട്ട് മുമ്പത്തെ ബറാക് ഒബാമ ഉപയോഗിച്ച വാക്കന്നെ ചേഞ്ച് എന്നാണ്. ഈ ചേഞ്ച് എൻറ്റയർ ഹിസ് തോട്ട്. നോക്കണ ഒരു റിവേഴ്സ് സിറ്റുവേഷൻ. ട്രംപ് യഥാർത്ഥത്തിൽ ഒരുപാട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത ഒരാളാണ്, വളരെ പോവർട്ടി എന്നൊക്കെ വന്ന കക്ഷിയാണ്. പക്ഷെ അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, സംതിങ് ഈസ് ദേർ. ഒബാമ ഉപയോഗിച്ച വാക്കന്നെ ചേഞ്ച് എന്നാണ്. ഏതായാലും ജസ്റ്റ് ഐ ലിങ്ക് ടു ദ ബോത്ത്. അതെ, ഞാനിത് പറയാൻ കാരണം അദ്ദേഹം ഇന്നലത്തെ അടക്കം പറഞ്ഞു ഞാൻ മാസ്ക് ഇടില്ലെന്ന് പറഞ്ഞു. വളരെ ഹലോ സാറേ, ആ യാഹൂ റെഫ്യൂസർ ഗൂഗിളില്ലേ, അത് രണ്ട് സാറ് യാഹൂവും സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ. അത് യാഹൂ രണ്ട് കമ്പനികൾ സാർ, സംശയമാണ്, എനിക്ക് അറിയില്ല. ഗൂഗിളിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഓഫർ ആദ്യം യാഹൂവിന് പോയിരുന്നു. ഓ അങ്ങനെ, ഓക്കെ. പക്ഷെ അന്ന് യാഹു അത് റെഫ്യൂസ് ചെയ്തു. യാഹു പറഞ്ഞു വേണ്ട, നമുക്ക് ഗൂഗിൾ വേണ്ട, നമ്മൾ വലിയ സംഭവമാണ്. ഇപ്പൊ സംഭവം മാറി. അതിന് ഇന്റലിജന്റ് മൂവ് നടത്തിയ ഫേസ്ബുക്ക് ആണ്. കാരണം വാട്സ്ആപ്പിന്റെ ആള് അയാളടുത്ത് പലതവണ പോയപ്പോൾ ആക്ച്വലി, പക്ഷെ പിന്നീട് ഗ്രോ ചെയ്യുമ്പോൾ they took the brilliant move to catch up WhatsApp. ഇല്ലെങ്കിൽ അവരെ പണി കിട്ടി കൊടുത്തി. That was a brilliant idea of Zuckerberg. അതൊരു ബിസിനസ് ബിസിനസ് സ്ട്രാറ്റജി.
നിങ്ങളാരും പാടുമെങ്കിൽ രണ്ടുപേരും ഞാൻ കേൾക്കട്ടെ. എനിക്കറിയില്ല നിങ്ങൾ ആരൊക്കെ പാട്ടുകാരുണ്ട്. ഞാൻ പാട്ടുകാരനല്ലല്ലോ. യുഗ്മഗാനം പാടും. ഗോപു യുഗ്മഗാനം പാട്. ഓക്കെ, റെഡി? 1 2. അയ്യോ ഇല്ല 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 ഇല്ല, ഞാനൊന്നും പാട്. 52 പേർ ഈ സദ്യ ആസ്വദിക്കാൻ നിൽക്കുന്നുണ്ട് പാൽപ്പായസത്തിന്. അവരിൽ പലരും ഒന്നും സംസാരിക്കുന്ന കാണുന്നില്ല. പൂക്കൾ പനനീർ പൂക്കൾ പാടാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? പൂക്കൾ പനനീർ പൂക്കൾ. നീ ഒറ്റക്ക് പാടിയാ മതി. ഞാൻ ഒറ്റക്ക് പാടില്ല. സംഘാരം പാടിക്കോ പാടിക്കോ പാടിക്കോ. ഞങ്ങളെല്ലാരും ഉണ്ട് കേട്ടോ, പിന്തുണയ്ക്കാൻ ആൾക്കാരുണ്ട്. പാടാനല്ല, പാട്ട് കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പാടിക്കോ. നീ ഇതുപോലെ സൈലന്റ് ആയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പാടിക്കോ പാടിക്കോ. അതെ, മാഡത്തിന്റെ വീഡിയോ കണ്ടു കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു. അതിന്റെ ഭാഗം ഒരു പാട്ടോ കവിതയോ? അല്ലെങ്കിൽ ഞാൻ വേറെ പാട്ട് പാടാം. ഞാൻ വേറെ ദിവസം പാടാട്ടോ, ഒരു കവിത പാടാം. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു, അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ വിരിഞ്ഞു. നീലാകാശ താമരയിലയിൽ നക്ഷത്രലിപിയിൽ പവിഴ കൈനഖമുനയാൽ പ്രകൃതിയ കവിത പകർത്തി വച്ചു, അന്നതു ഞാൻ വായിച്ചു. ഭംഗിണ്ടോ കീഴടക്കി ശ്രാവണ ജാനകി അമ്മയുടെ ഒരു വോയിസ് ടച്ച് ഉണ്ടോ? നന്നായി നന്നായി. ജഗതി മാം പാടും കവിത. വേറെ ആരാ? ജഗതി മാം അല്ലേ പാടാ പറഞ്ഞ കവിത? ജഗതി മാം പാടുന്നുണ്ട്. ഞാൻ കുറച്ച് തിരക്കിലാണ് ഇപ്പോഴല്ല, പിന്നെ പാടാം. പോയാ മതി, ഇനി ചാൻസ് കിട്ടൂലേ? ഇപ്പഴാ ചാൻസ് ഒക്കെ കിട്ടും, എനിക്കറിയാം. താങ്ക് യു. എന്റെ വീഡിയോ കണ്ടവർക്കൊക്കെ താങ്ക്സ് കിട്ടോ. ഞാൻ കണ്ടിട്ടാൻ പറയാം മേഡം. വേറെ ആരെങ്കിലും പാട്ടുണ്ടാ? ഇല്ലെങ്കിൽ ഞാൻ പാടാം. എത്ര ആൾക്കാരെ ഇട്ട് നോക്കാം. ഞാൻ പാടിക്കഴിഞ്ഞ് 41 വീഡിയോ ഒന്ന് കാണണേ, എന്നിട്ട് പറയണോട്ടോ. ഞാൻ തുടങ്ങട്ടെ. തീർച്ചയായും ഇത് നിങ്ങൾ എല്ലാരും ഈ ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്ന് വിട്ടൊഴിയാൻ വേണ്ടി എന്റെ കർണ കടാവ ശബ്ദം. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. മെസ്സേജ് അയക്കണേ, അതിന്റെ എന്തെങ്കിലും ജഗതി മാഡം ഞാൻ കണ്ടു, ഞാൻ ഐ വിൽ കോൾ യു പേഴ്സണലി. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ് ആണ്. പാടോ പാടിക്കോ.
നമുക്കെന്തിനാ ഇട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ പണവും പ്രതാപവും നമുക്കെന്തിനാ പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ വാ വാ പുട്ടേ വാ പുട്ടിന്റെ പൊടിയേ വാ 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 പുട്ടേ വാ പുട്ടുണ്ടെങ്കിൽ പിന്നെന്താ കാശുള്ളവൻ കപ്പല് വാങ്ങുമ്പോ കാശില്ലാത്തവൻ വെടികൊണ്ടുവരിക്കുന്നു പണമുള്ളവൻ മാളിക പണിയുമ്പോ പണമില്ലാത്തവൻ പാറാവിരിക്കുന്നു വാ വാ പുട്ടേ വാ പുട്ടിന്റെ പൊടിയേ വാ പുട്ടുണ്ടെങ്കിൽ പിന്നെന്താ പണവും പ്രതാപവും നല്ലയല്ല ഉള്ളിന്റെ ഉള്ളിൽ നന്മ വേണം കൊലയും കലാപവും നമുക്കെന്തിനാ പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ വാ വാ പുട്ടേ വാ പുട്ടിന്റെ പൊടിയേ വാ നല്ല മോളിൽ വെച്ചിരിക്കുന്നു സുദാസ് ഭായി ഞാൻ വിരമിക്കട്ടെ പത്താളെ പോയിട്ടുള്ള പുറത്തുനിന്ന് പാട്ടല്ലേ എല്ലാരും പോകും സജി സാറേ ഒരു പഴയ അല്ല ഇതിനെന്തായാലും റെസ്റ്റ് ആവാറോ സജി സാറേ ഒരു പഴയ പാട്ട് പാടിയിട്ട് പോയിക്കോ സജി സാറേ എന്റെ പാട്ട് എല്ലാരും പോകുന്നറിയാം പക്ഷെ നിങ്ങൾ ഒരു പഴയ പാട്ട് പാടിയിട്ടുള്ളൂ അല്ലാതെ അല്ല സാറേ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സുദാസേട്ട തെളിയിച്ചു തന്നെയാണ് ചെയ്യാൻ ഇങ്ങനെയും പാടാം അതെങ്ങനെയും പാടാം ഒരു പഴയ പാട്ട് കാര്യം പറഞ്ഞോട്ടെ പറയൂ ഒത്തിരി ഡൈജസ്റ്റീവ് ആയിട്ടായിരുന്നു വളരെ ഞാൻ മുകേഷാണ് മുകേഷ് സാറ് പറയും വളരെ ഡൈജസ്റ്റീവ് ആയിരുന്നു അവസാനം ആ പാട്ടും കൂടെ വന്നപ്പോഴേക്കും ബ്യൂട്ടിഫുൾ എക്സലന്റ് എന്ന് പറഞ്ഞെങ്കിൽ അത്രയും ഡൈജസ്റ്റീവ് ആയിരുന്നു വളരെ സന്തോഷം പാൽപ്പായസം അതാണ് ശരിക്കും ആ പാൽപ്പായസം ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റി അവസാനം ആവുമ്പോഴേക്കും ഒരു പഴയ പാട്ട് തിരക്കുണ്ട് പറഞ്ഞു ഒരു പഴയ പാട്ട് സിനിമാ പാട്ട് വേണം കവിത ഒന്നും വേണ്ട സുഹാസ് ഒരു മിനിറ്റ് എനിക്ക് തരണേ ഒരു അർജന്റ് മെസ്സേജ് വന്നില്ലേ ഒന്ന് റിപ്ലൈ ചെയ്തോട്ടെ ഈ ഗോപനിൽ എന്താ പറ്റി കേൾക്കുന്നില്ലേ എന്നെ അല്ല അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ ദയവ് ചെയ്ത് ഒരു മിനിറ്റ് ഗോപു സാർ എപ്പോഴും ലാസ്റ്റ് ആളുകൾ കുറയുന്ന സമയത്ത് പാടുള്ളത് എന്താ അങ്ങനെയൊന്നുമില്ല ആ സമയത്ത് അവസരം കിട്ടുന്നു അപ്പൊ പാടുന്നു അത്രേ ഉള്ളൂ 24 ആളായി എല്ലാം ഓടി ഒളിച്ചു എന്റെ പാട്ട് കേട്ടിട്ട് മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി നിറുകയിൽ അരുമയാൽ കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീടം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു ആയർ പെൺകിടാവേ നിൻ
പാൽക്കുടം തുളുമ്പിയ തായിരം തുമ്പപ്പൂ വിരിഞ്ഞു, ആയിരം തുമ്പപ്പൂ വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരാരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പൂപോലാലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി, അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി, നെറുകയിൽ അരുമയാൽ കുടഞ്ഞ താരോ. എക്സലന്റ് ഗോപൻ, നീ വലിയ സംഭവമാണ്. അടുത്ത പാട്ട് സമയം വേണ്ടേ? അല്ല അദ്ദേഹം സാറ് പോയാ? ദീപ്തിക്ക് പാടാൻ ഇങ്ങനെ ഹരം വന്നിരിക്കുന്നു. പാട്ടൊക്കെ ഇഷ്ടം. ഇല്ലാത്ത ഭയങ്കര നഷ്ടമായല്ലോ. അല്ല സജിത് സാർ, ഗോപകുമാർ സാർ ഇന്ന് വൈകുന്നേരം ഉണ്ട്. ഇന്ന് 4 മണിക്കത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക്. സാറിന്റെ അവിടുന്ന് മോള് സുഹാസ് ഭായി, ഞാൻ ഇന്ന് പോയിക്കോട്ടെ? സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. നേതാവന്നെ പോയി. അതെയോ? അത് ലൈൻ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അങ്ങനെ പോവാൻ വഴിയില്ല. സുധാസ് ചേട്ടാ സൗണ്ട് കേൾക്കുന്നില്ല. സ്ക്രീൻ യാ ഒരു ഫോട്ടോ താങ്ക്സ് വേണം. സുഹാസ് ചേട്ടാ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. അപ്പോ കുഴപ്പമില്ല. ഓക്കെ. പിന്നെ സൈസറെ, നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ സെഷൻ, അതായത് ഇപ്പോഴും അതായത് 53 പേരോളം 60 പേരോളം നമുക്ക് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. നമ്മളെ പാൽപ്പായസ സെഷൻ വരെ എന്താ പറയാ ഫുൾ ടൈം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അത് തന്നെ നല്ലൊരു പിന്നെ സാറെ ക്ലാസ്സിനെ അത്രയും ഇത് ചെയ്യുന്നതാണ്. അപ്പോ നല്ല സൂപ്പർ സെഷൻ ആയിരുന്നു സാറെ. സൗണ്ടിലുള്ള മോഡുലേഷൻ ഇതൊക്കെ നമ്മളെ പിടിച്ചിരുത്തി പോവാണ് ക്ലാസ് കേൾക്കാൻ വേണ്ടി. ഹലോ, കേൾക്കുന്നുണ്ടാ? സോറി സാറേ, സെഷനായിരുന്നു. നല്ല പാട്ടും നല്ല ആക്റ്റീവ് ആക്കി മൊത്തത്തില് ഞാൻ സൂചിപ്പിച്ചു. പലേരി സാറ് നല്ലൊരു നാഷണൽ ട്രെയിനറാണ് നമ്മളെ GCIന്റെ. എന്നും ഞാൻ വീണ്ടും സാറിനെ പിന്നെ വിളിക്കാൻ. ഇപ്പൊ എല്ലാരും മറ്റു വേറൊരു സ്ഥലത്ത് ക്ലാസ് നടക്കുന്നുണ്ട്. താങ്ക് യു സാർ. വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞോ സാറേ? അങ്ങനെ ഒരു നല്ലൊരു എക്സലന്റ് സെഷൻ നമുക്ക് സമ്മാനിച്ചതിന് വളരെയേറെ നന്ദി. വീണ്ടും ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ കൂടെ വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. ഈ ഒരു അവസരം തന്നതിലും നിങ്ങളെ ഒരേ പേര് കൂടുതലായിട്ട് കണ്ടതിലും പരിചയപ്പെട്ടൊക്കെ സന്തോഷം, വളരെ സന്തോഷം. ഇതൊരു കോവിഡ് ഓർമ്മകളുടെ കൂട്ടത്തിൽ ഇതൊരു വലിയൊരു ഓർമ്മയായിട്ട് അവിടെ ഉണ്ടാവും. താങ്ക് യു. സ്റ്റേ ഇൻ ടച്ച്. ബൈ ബൈ. നമ്മൾക്കും അങ്ങനെ ഉണ്ടാവും സാർ. നമ്മൾക്കും അങ്ങനെ. താങ്ക് യു. Thank you, sir. Thank you, Siddharth sir, Sang Gobu sir, Ramesh sir, Deepthi ma'am. Okay. Last 10 people. Okay. One second, ഗോപു. ഈ അവസാനിലെ ഒരാളെല്ലാം കൃഷ്ണകുമാർ സാറ്, മറീന അബൂബക്കർ സിദ്ദിഖ്, ഇവരാരൊന്നും മിണ്ടാറില്ല. ഒന്നും മിണ്ടാറില്ലല്ലോ.
വെരി ഗുഡ് വെരി ഗുഡ്. അവസാനം സാറിനെ പരിചയിച്ചല്ല നമുക്ക് മൈക്ക് ഓപ്പണല്ല. മെറീന, സ്കിപ്പ്, കൃഷ്ണകുമാർ സർ, മൂന്നാളും ഒന്ന് പരിചയപ്പെടുത്തണേ. നിങ്ങള് സൗണ്ട് കേൾക്കുന്നില്ല. എസ്കേപി ഇത്രയും സമയം നമ്മളെ സഹിച്ചിരിക്കുന്നതിന് ഏറ്റവും ലാസ്റ്റ് മെറീന മേഡം, നിങ്ങൾ എവിടെയാന്ന്? ഞാൻ പാലക്കാടാണ്. നിങ്ങൾ പ്രോഗ്രാം വളരെ നന്നായിരുന്നു. നല്ല സെക്ഷൻ ആയിരുന്നു. നല്ല മോട്ടിവേറ്റ് ആയിരുന്നു. ഇൻസ്പയറേഷൻ ഉണ്ടായിരുന്നു. നല്ല എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. നല്ല പാട്ടും പാൽപ്പായസം പോലെ തന്നെ നല്ല പാട്ടുമായിരുന്നു. വെരി ഗുഡ് സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം മെറീന. സാർ ഞങ്ങളുടെ പാലക്കാട്ടുകാരാണ് കേട്ടോ, കുറെ ലേറ്റ് ആയിട്ട് പോകുന്നവര്. അതെ അതെ അതെ. കൃഷ്ണകുമാർ സാർ, പാലക്കാട് ഗ്രേറ്റ്. ഓക്കെ, നമുക്ക് പോവാൻ ലീവ് ചെയ്യാം. കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഹലോ സാർ എവിടെയാ? ഞാന് തിരൂര് BP അങ്ങാടി എന്ന് പറയും. തിരൂരാണ്. ഞാന് പിന്നെ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ചാപ്റ്ററിൽ പങ്കെടുക്കാറുണ്ട്. മറ്റേ പട്ടാമ്പിയുള്ള ചാപ്റ്ററിലും പിന്നെ മലപ്പുറമൊക്കെ പങ്കെടുക്കാറുണ്ട്. തിരൂരാണ് എന്റെ വീട്. പിന്നെ തൃശ്ശൂർ കഴിഞ്ഞ പരിപാടിക്ക് വന്നിരുന്നു. മലപ്പുറം ചാപ്റ്ററിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പറാണ്. ഗോപകുമാറിനൊക്കെ അറിയാം. ഗോപകുമാറിനൊക്കെ അറിയാം. അതേമാതിരി സുധാസാറിനെ ഇവിടെ തിരൂരിൽ കണ്ടിട്ടുണ്ട്. പിന്നെ പിന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാന് സൂം ഇടക്ക് കേൾക്കാറുണ്ട്. വൈകിട്ടാണ് വന്നത്. സൂം കാണാറുണ്ട്. സൂം മീറ്റിംഗ് ചെയ്യാറുണ്ട്. സാറിന് എന്റെ നാളെ മാരേജിനൊക്കെ ഞാൻ ക്ഷണിച്ചിരുന്നു. സാറ് പുറത്തായിരുന്നു കുറച്ച് മുമ്പ്. സുധാസ് സാറിനെ എന്നെയാ വിളിച്ചിരുന്നോ? അന്ന് സാർ പുറത്താണെന്ന് പറഞ്ഞു. അതെ അതെ, ഓർമ്മയുണ്ട്. ഇപ്പൊ ആളെ കാണുന്നത്. ഓക്കെ, താങ്ക് യു സാർ. എന്നാ നമുക്ക് പിരിയാ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. കോഴിക്കോട് നടുവട്ടത്താണ് വീട്. ഞാനൊരു ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ ആണ്. കാലിക്കറ്റ് വിറോൺ സിസ്റ്റംസ് എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പൂക്കൾ
ഇതുവഴി പോകണം കൂടെ പോയച്ചിരാമേ ഇതൊക്കെ ഇങ്ങോട്ടാ ഇയാളില്ലേ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ഇപ്പൊ ട്രെയിനിങ്ങില് ഭയങ്കര ഇന്നിപ്പോ ഇയാളെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന രണ്ട് ഫുള്ള് അങ്ങനെ ഞാൻ ഈ ഫുൾ ടൈം ആക്ടേഴ്സ് 24 അവർ ഇന്റർനെറ്റിൽ ഉച്ചവരെ മാത്രം ജോലികളില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള ജോലി ഈ പറഞ്ഞ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഞാൻ വെബ്സൈറ്റ് ഡിസൈൻ പഠിച്ചു, പ്രോഗ്രാമിംഗ് പഠിച്ചു. ഇത് രണ്ടും എനിക്ക് നടക്കാം.
ഡിസൈനിങ് അറിയില്ല, പ്രോഗ്രാമിംഗ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞു, എനിക്ക് ഐസൊലേഷൻ അത്ര മാത്രമല്ല, കുറച്ച് നേരം മണിക്കൂർ ആകപ്പാട് നല്ല ചൂടായിട്ട് കണ്ടിട്ട് എന്റെ സ്പെഷ്യൽ ബോഡിക്ക് എനിക്ക് വേണ്ടിയത് അതിന്റെ മേലെ വേറെ സ്ക്രീന് വെച്ചിട്ട് ഞാൻ ആ 1 മണിക്കൂർ പോലും ഉപയോഗിക്കാൻ പറ്റാതെ ഞാൻ കാരണം 4 മണിക്കൂർ 10 മണിക്കൂർ 14 മണിക്കൂർ കമ്പ്യൂട്ടർ നല്ല കല്ലായിക്കൊണ്ടിരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞു 8 വർഷമാണ് ഞാൻ ഈ കൂടെ വർക്ക് ചെയ്തത്. അതിനുശേഷം പിന്നെ എന്തോന്നറിയില്ല, നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടി ലാഭം കിട്ടും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പൈസ കിട്ടുന്നുണ്ട്, ചെലവ് നടക്കുന്നുണ്ട്, ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്, സൂക്ഷ്മമായി ജീവിക്കുന്നുണ്ട്, പക്ഷെ ലാഭമില്ല. അപ്പൊ എന്താ ഇത് സംഭവം നടക്കാതെ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് പോലെ IT കമ്പനി എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടില് 2 നാടില് നമുക്ക് നിലയുള്ള ഒരു ബിൽഡിംഗ് ഞാൻ മനസ്സിലാക്കി. അതിന്റെ മുകളിൽ എന്റെ കമ്പനിയുടെ പേര് IT സൊല്യൂഷൻ, അത് ഞാൻ നടത്തി വരുന്നുണ്ട്. അതല്ലാതെ ശാന്തമായിട്ട് ചിന്തിക്കുക, അത് 10 നില പോയിട്ട് ചെറിയ റൂമും അതിൽ 10 ആൾക്കാർ 12 ആൾക്കാരൊക്കെ. അപ്പോ എന്ത് നടക്കാതെ ആളുകൾ കമ്പനി അതൊക്കെ ഇത്ര സ്മൂത്തായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് എന്നെ കൊണ്ട് നമ്മുടെ രവിയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നത്, രവിയുടെ ഒരു പ്രോഗ്രാമിന്റെ അത് കഴിഞ്ഞതാണോ അവിടെ നിന്നാണോ എനിക്ക് ഡേറ്റ് ഓർമ്മ കിട്ടുന്നില്ല. ഇന്ന് നമ്മുടെ മീറ്റിംഗില് വെബിനാറിൽ രമേശ് സാർ സംസാരിച്ചത് അതായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരും. 3 മണിക്കൂർ പ്രോഗ്രാം ഉണ്ടല്ലോ, അതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു. നാസർ സാറേ, രവിയേട്ടന്റെ 3 മണിക്കുള്ളത് ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം എൻ്റെ അടുത്ത് 3 മണിക്കൊന്നും ഉണ്ടെന്നാ പറഞ്ഞത്. അത് എനിക്ക് കർഷകരുടെ എന്തോ ഇതാണെന്ന് തോന്നുന്നു, മറ്റേ മന്ത്രിയായിട്ടുള്ള എന്തോ ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കിട്ടുകയാണെങ്കിൽ അയക്കാം, എനിക്ക് ലിങ്ക് കിട്ടിയില്ല, കിട്ടുകയാണെങ്കിൽ അയക്കാം. ഇന്നലെ ഒന്നുണ്ടായിരുന്നു കോട്ടയത്ത്. രവിയേട്ടൻ നോക്കാം. കഴിഞ്ഞ കഴിഞ്ഞു എല്ലാരും പോയില്ലേ? ഓ